ഒരു വടിക്ക് രണ്ട് പക്ഷി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പക്ഷേ നേരിട്ട് കണ്ടില്ലല്ലോ. നമുക്ക് കാണിച്ചു തരാം. നമ്മുടെ ഇൻകം ടാക്സും ജി എസ് ടി നിങ്ങൾ വളരെ സ്മാർട്ടായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 20-30% നിങ്ങളെ എഫേർട്ട് കുറയ്ക്കാൻ പറ്റും. അത് രണ്ടും നിങ്ങൾ ഒരുമിച്ച് പഠിക്കുകയാണെങ്കിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. അത് നിങ്ങൾ വളരെ സ്മാർട്ടായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ നിങ്ങൾക്ക് വളരെ ഈസി ആക്കാൻ പറ്റും. അത് പല ആളുകൾക്കും അത് എന്താ പറയുക അറിയില്ല, അതാണ് പ്രശ്നം. അതിൻ്റെ ഒന്നേറെ കാരണം നമ്മൾ ഒരേ സബ്ജക്റ്റ് ഐഡൻറ്റി എടുക്കുന്ന ഫാക്കൽറ്റീസ് കുറവാണ്. അപ്പോൾ അതാണ് നമ്മളുടെ ഒരു എന്താ പറയുക അല്ലേ, ആ ഒരു ഈസിനെസ് ഞാൻ കാണിച്ചു തരാൻ കാരണം. എനിവേ നമുക്ക് നോക്കാം. ഇതൊരു റെഗുലർ ക്ലാസ് അല്ല. അത് ഞാൻ റെഗുലർ ക്ലാസ്സിൽ ഓരോ ടോപ്പിക്ക് വരുമ്പോഴും ഞാൻ കമ്പയർ ചെയ്ത് പഠിപ്പിക്കാറാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ റെഗുലർ ക്ലാസ് കേൾക്കാത്ത എൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സോ ഓൺലൈൻ ക്ലാസ്സോ, അതായത് കേൾക്കാത്ത ആളുകൾക്കുള്ള വീഡിയോ ആണ്. ഇനിയിപ്പോൾ റെഗുലർ ക്ലാസ് കേട്ട ആളുകൾക്കും ഓക്കെ ആയിരിക്കും, കാരണം അവർക്ക് എന്താ പറയുക ഈ ഒരു കണക്ഷൻ ഇപ്പോൾ കിട്ടും. എനിവേ സോ ലിസൺ, എന്താണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാമെന്ന് വെച്ചാൽ ഇൻകം ടാക്സിലും ജി എസ് ടിയിലും കോമൺ ആയിട്ടുള്ള ടോപ്പിക്സ് എങ്ങനെ ഒരുമിച്ച് പഠിക്കാം, എങ്ങനെ നമ്മുടെ എഫേർട്ട് നമുക്കൊരു 30% നമുക്ക് കുറയ്ക്കാൻ പറ്റും, ബോത്ത് ഇൻ ഇൻകം ടാക്സ് ആൻഡ് ജി എസ് ടി അല്ലേ. റെഡി? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇത് ഇൻ്ററിൻ്റെ കുട്ടികൾക്ക് ഒരു ഓക്കെ ഫൈൻ, ഒരു അത്ര എന്താണ് പറയുക എഫക്റ്റീവ് അല്ല. നിങ്ങൾക്ക് ആകെ ഒരു ഇത്ര വരെ ഈ ഒരു ടി ഡി എസ് ടി സി എസ് ഈ 4 പോയിന്റ് മാത്രമേ ഒരു ഇൻ്ററിൻ്റെ സ്റ്റുഡൻസിന് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ടോപ്പിക്സ് ഫൈനൽ, അപ്പോൾ ഇത് ഫൈനലിൻ്റെ കുട്ടികൾക്കാണ് അത് ഫുൾ യൂസ്ഫുൾ ആവുക കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഒന്നാമത്തത് അങ്ങനെ ഒരു കണക്ഷനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ കൂടെ ഞാൻ ജസ്റ്റ് ഒരു കണക്ഷന് വേണ്ടി കൊടുത്താണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ജി എസ് ടിയിൽ കോമ്പോസിഷൻ സ്കീം എന്നുള്ളൊരു സ്കീമുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അത് എന്താ സംഭവം, ഒരു സിംപ്ലിഫൈ ചെയ്തൊരു സ്കീമാണ്. ആരെയാണ് ചെറിയ ബിസിനസ് സ്ഥാപനങ്ങൾ, ആരായി ചെറിയ ബിസിനസ് സ്ഥാപനങ്ങൾ 1.5 കോടിക്ക് അല്ലെങ്കിൽ 50 ലക്ഷത്തിന് അല്ലെങ്കിൽ 75 ലാഖിനൊക്കെ താഴെയുള്ള ആളുകൾ ഉദ്ദേശിച്ച് കൊണ്ടുവന്ന ഒരു സ്കീമാണ് കോമ്പോസിഷൻ സ്കീം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കറക്റ്റ്. അപ്പോൾ പിന്നെ എന്താ പറയുക അപ്പോൾ അതെല്ലാവർക്കും നമുക്കറിയാം. അപ്പോൾ ഈ പറഞ്ഞ എന്താ പറയുക ഇതേപോലത്തെ ഒരു സ്കീം നമ്മളുടെ എവിടെയുണ്ട്, ഡി ടിയിലുണ്ട് അല്ലേ, ദാറ്റ് ഈസ് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ. അപ്പോൾ ഇത് നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാനൊന്നുമില്ല. ആകെ നിങ്ങൾക്ക് ലിമിറ്റൊക്കെ വേണമെങ്കിൽ നോക്കാം. ഇവിടെ 1.5 കോടിയാണ്, അല്ലെങ്കിൽ 75 ലാഖാണ്, അല്ലെങ്കിൽ 50 ലാഖാണ്. അവിടെ 44 AD ആണെങ്കിൽ 2 CR ആണ്. നമ്മുടെ 44 AD ആണെങ്കിൽ 50 ലാഖാണ്. 44 AE ആണെങ്കിൽ 10 വെഹിക്കിളിന് കൂടാൻ പാടില്ല. പിന്നെ നമുക്ക് ഫൈനലിൽ എക്സ്ക്ലൂസീവ് നമുക്ക് NRI ടാക്സേഷനിൽ കുറേ വരുന്നുണ്ട്, 44B, BB അല്ലേ, BBC എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അത് കോൺസെപ്ച്വലി തമ്മിൽ വലിയ എന്താ പറയുക കോൺസെപ്റ്റ് സെയിം ആണ്. രണ്ടും ചെറിയ ബിസിനസ് സ്ഥാപനങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്ന കോൺസെപ്റ്റാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാൻ മാത്രം കൂടുതലില്ല. പക്ഷേ മനസ്സിലാക്കേണ്ടത് ഇത് രണ്ടും ഒരേ കോൺസെപ്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കോമ്പോസിഷൻ സ്കീം പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ കൂടെ വെറുതെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. എപ്പോഴും മനസ്സിലാക്കണം, നമ്മൾ റാൻഡം റിവിഷൻസ് ഉണ്ടല്ലോ, ഒരു സബ്ജക്റ്റ് കുത്തിയിരുന്ന് റിവൈസ് ചെയ്യുന്നതിൻ്റെ അതിലേറെ ഏറ്റവും നല്ലത് നമ്മളൊരു റാൻഡം ആയിട്ട് ഇങ്ങനെ റിവൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ജി എസ് ടിയിൽ കോമ്പോസ് സ്കീം എത്തുന്ന സമയത്ത് ഓക്കെ യു ഹാവ് ടു ഓൾസോ റെഫർ ദ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ, അല്ലെങ്കിൽ ഇൻകം ടാക്സിൽ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ എത്തുമ്പോൾ യു ഓൾസോ ഹാവ് ടു റെഫർ ദ കോമ്പോസ് സ്കീം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, അതൊന്ന് എന്താണ് ക്രോസ് ചെയ്തിട്ട് ഒന്ന് എന്താണ് കമ്പയർ ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇതിൽ കൂടുതൽ എനിക്ക് പറയാനില്ലാത്ത കാരണം വെച്ചാൽ നമുക്ക് പ്രൊവിഷണലി നമുക്ക് കൂടുതൽ എന്തില്ല, മാച്ചിങ് ഇല്ല അല്ല, രണ്ടിൻ്റെയും പ്രൊവിഷൻ മാച്ചിങ് അല്ലാത്തതുകൊണ്ട് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് കോൺസെപ്റ്റ് സെയിം ആണ്, രണ്ടും എന്താണ് ഒരു സിംപ്ലിഫൈ ചെയ്ത സ്കീമാണ്. അത്രത്തോളം കോൺസെപ്റ്റ് സെയിം ആണ്, അപ്പുറത്തേക്ക് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഓക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഇതാക്കാം. അതേപോലെ തന്നെ റിട്ടേൺസ് ചാപ്റ്ററും കോൺസെപ്ച്വലി മാത്രമേ ഉള്ളൂ സെയിം, പ്രൊവിഷണലി യാതൊരു കമ്പാരിസണും ഇല്ല. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമ്മളുടെ സെൽഫ് അസസ്മെൻറ്റ് അല്ലേ, ഇപ്പോൾ നമ്മളുടെ സെക്ഷൻ 59 IDT അതായത് നമ്മളുടെ റിട്ടേണിൻ്റെ സെക്ഷൻ 39 ആണ്, അതായത് GST 3Bൻ്റെ സെക്ഷൻ 39 ആണ്. പക്ഷേ സെൽഫ് അസസ്മെൻറ്റ് സെക്ഷൻ ഏതാണ്, 59 ആണ് അല്ലേ, 59. ഓക്കെ, അപ്പോൾ ഇവിടെയാണെങ്കിലോ റിട്ടേണിൻ്റെ സെക്ഷൻ 139 ആണ് ആൻഡ് സെൽഫ് അസസ്മെൻറ്റ് സെക്ഷൻ 140A ആണ്, 140A അല്ലേ സെൽഫ് അസസ്മെൻറ്റ്. അപ്പോൾ നമുക്ക് റിട്ടേൺസ് ചാപ്റ്റർ വരാൻ കാരണം എന്തുകൊണ്ടാണ്, സെൽഫ് അസസ്മെൻ്റ് ആണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുക അല്ലേ, സെൽഫ് അസസ് ചെയ്തിട്ടല്ല നമ്മൾ ടാക്സ് എടുക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരുന്നത്. അത് നമ്മൾ കോൺസെപ്ച്വലി രണ്ടും സെയിം ആണ്. അതായത് ജി എസ് ടിയിലും ഇൻകം ടാക്സിലും സെൽഫ് അസസ്മെൻറ്റ് എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടാണ് റിട്ടേൺ എന്നുള്ള ചാപ്റ്റർ വരാൻ കാരണം. അപ്പോൾ കോൺസെപ്റ്റ്ലി സെയിം ആണ്, അല്ലാതെ റിട്ടേൺ തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഇതേപോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൊവിഷൻ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ സാർ ഇങ്ങനെയാണോ സാർ ഫുള്ളായിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത്, ഒരിക്കലല്ല. താഴെ പറയുന്ന കാര്യങ്ങൾ ഫുള്ളി നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന സംഭവമാണ്. അതേ പറഞ്ഞത് ഒരു ഇൻ്റർ സ്റ്റുഡൻസിന് അത്രത്തോളം കണക്ട് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് ഇല്ല. ആകെ ITC മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയൊന്നും വല്ലാതെ അങ്ങോട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. സോ അപ്പോൾ അങ്ങോട്ട് താഴേക്ക് ഫൈനൽ സ്റ്റുഡൻസിലേക്ക് എത്തുന്ന സമയത്ത് യു വിൽ ഡെഫിനറ്റ്ലി യു ആർ ഗോയിങ് ടു ഗെറ്റ് ബെനിഫിറ്റ്. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എനിവേ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് റിട്ടേൺസ് ചാപ്റ്ററിൽ എന്താ കണക്ട് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ
റിട്ടേൺസ് ചാപ്റ്റർ പറഞ്ഞു വെച്ചാൽ സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് പേ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരുന്നത് അല്ലേ. അപ്പോൾ എന്താ സെൽഫ് അസസ്മെൻറ്റ് സെക്ഷൻ ഏതാ 59 ആണ് ജി എസ് ടിയിൽ ആൻഡ് ഇൻകം ടാക്സിൽ 140A ആണ് അല്ലേ. സോ ദാറ്റ് ഈസ് എ കമ്പാരിസൺ. പിന്നെ റിട്ടേൺ സെക്ഷൻ അവിടെ ഇവിടെ 39 അവിടെ 139, അപ്പോൾ ഒരു 100 കൂട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, സെക്ഷൻ കമ്പയർ ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇനി ഐ ടി സി ചാപ്റ്ററിൽ കുറച്ച് കമ്പാരിസൺ ഉണ്ട്. ഐ ടി സി ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ ലിസൺ വരുവാ. ഇപ്പോൾ ഇഫ് യു കം ടു ഐ ടി സി ചാപ്റ്റർ, ടേക്ക് ബഡീസ് ഐ ടി സി ചാപ്റ്റർ എവിടെയാണ്? ലെറ്റ്സ് സീ. ഓക്കെ ഫൈൻ. ഇപ്പോൾ ദിസ് ഈസ് അവർ ഐ ടി സി ചാപ്റ്റർ. ഓക്കെ, ഐ ടി സി ചാപ്റ്റർ. അപ്പോൾ ഐ ടി സി ചാപ്റ്ററിൽ ഇഫ് യു കം ടു സെക്ഷൻ 16(3), ഇഫ് യു കം അല്ലേ, സെക്ഷൻ 16(3) ഒരു കാര്യം പറയുന്നുണ്ട്. എന്താ പറയുന്നത് വെച്ചാൽ, ഒരു ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ മേലെ നിങ്ങൾക്ക് ഐ ടി സി എടുക്കണമെങ്കിൽ, യു ഹാവ് ടു ഡു വാട്ട്, പിന്നെ എന്താണ് പറയുക, ഒരു ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ മേലെ ഐ ടി സി എടുക്കണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ മേലെ എന്ത് ചെയ്യാൻ പാടില്ല, ഡെപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പാടില്ല എന്നാണ് ജി എസ് ടിയിലെ സെക്ഷൻ 16 സബ്സെക്ഷൻ 3 പറയുന്നത്. സാർ, അത് ഇൻകം ടാക്സിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി കമ്പയർ ചെയ്യാൻ പറ്റും. ഇൻകം ടാക്സിലെ കമ്പാരിസൺ ഞാൻ കാണിച്ചു തരാം. എല്ലാവരും PGBP വരും. PGBP ചാപ്റ്ററിലേക്ക് വരും മക്കളെ. ദർ യു ക്യാൻ സി വൺ സെക്കൻഡ്. PGBP കേട്ടോ, PGBP. ഇതൊരു തവണ CA ഇൻ്റർവ്യൂവിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. PGBPയിൽ ഇതുമായിട്ട് കമ്പയർ ചെയ്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഓക്കെ ലിസൺ. അപ്പോൾ നമ്മൾ PGBPയിൽ ഇഫ് യു കം ടു ഡിപ്രീസിയേഷൻ സെക്ഷൻ 32 നമ്മൾ സെക്ഷൻ 43 പഠിച്ചിട്ടുണ്ടാവും. അതായത് ഡെഫിനിഷൻ ഓഫ് കോസ്റ്റ് അല്ലേ. ഓക്കെ, എവിടെയായിരുന്നു? ഡിപ്രീസിയേഷൻ്റെ അണ്ടറിൽ ആക്ച്വൽ കോസ്റ്റ് എന്നുള്ള സെക്ഷൻ ഉണ്ട് 43. ആ 43ൻ്റെ അണ്ടറിൽ കുറച്ച് സ്പെഷ്യൽ കേസ് കൊടുക്കുന്നുണ്ട്, എക്സ്പ്ലനേഷൻ. ആ എക്സ്പ്ലനേഷനിൽ 9 നോക്കും നിങ്ങൾ, അസെറ്റ് വിത്ത് സെൻവാറ്റ് ഓർ ITC. പണ്ട് അതിൻ്റെ പേര് സെൻവാറ്റ് ആയിരുന്നു, ഇപ്പോൾ ITC ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കോസ്റ്റ് മൈനസ് ITC ക്ലെയിംഡ്. അതായത് നമ്മൾ ITC എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ITCൻ്റെ മേലെ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുക. ലിസൺ എവരിവൺ, ഏതാണ് സെക്ഷൻ 43 എന്താ പറയുക, എക്സ്പ്ലനേഷൻ 9ഉം അതുപോലെ തന്നെ സെക്ഷൻ 16(3) ഓഫ് ദ CGST ആക്റ്റും. അപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സോ ഒരു ആൾ മിസ്റ്റർ അൽത്താഫ് എന്ത് വാങ്ങി, ഒരു ക്യാപിറ്റൽ അസറ്റ് വാങ്ങി ഫോർ 1,18,000. അതിൻ്റെ മേലെ GST കൊടുത്തു 18,000. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, അൽത്താഫിന് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ITC അവൈൽ ചെയ്യാം, അതായത് 18,000 ITC അവൈൽ ചെയ്യാം. അപ്പോൾ 18,000 ITC അവൈൽ ചെയ്ത്, അപ്പോൾ നിങ്ങൾ ഇൻകം ടാക്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് 18,000 ITC അവൈൽ ചെയ്ത് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് പ്രകാരം പിന്നെ എത്ര ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം? ആ 1 lakhൻ്റെ മേലെ മാത്രം. അതായത് ആ ITC നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അതിന് മേലെ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, ഇൻകം ടാക്സിൻ്റെ കേസിൽ 1 lakhൻ്റെ മേലെ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 18,000 ITC എടുക്കാം. അതല്ല, നിങ്ങൾ ഇൻകം ടാക്സിൽ 1,18,000 മേലെ നിങ്ങൾ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഈ ITC എടുക്കാൻ പാടില്ല. അപ്പോൾ അത് രണ്ട് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള കോൺസെപ്റ്റാണ്. 16(3) വേഴ്സസ് സെക്ഷൻ 43(1) എക്സ്പ്ലനേഷൻ 9. ഓക്കെ ആണോ? യെസ്. അപ്പോൾ അത് ഒരു കമ്പാരിസനാണ്. ITCയിൽ ഒന്ന് ITCയിൽ രണ്ടാമത്തെ പറഞ്ഞ ഡിപ്രീസിയേഷൻ വേഴ്സസ് ITC. ഇനി അടുത്തെന്താ സാർ, ഈ ഇൻഅഡ്മിസിബിൾ മനസ്സിലായില്ല, അത് നമ്മൾ അങ്ങനത്തെ ഒരു കമ്പാരിസൺ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. എന്നാണ്ട് ഇൻഅഡ്മിസിബിളിൻ്റെ കേസിൽ എന്താണെന്ന് വെച്ചാൽ, ലിസൺ എവരിവൺ, ശ്രദ്ധിക്കാം. അതായത് ഇപ്പോൾ നമ്മളുടെ ഈ ബ്ലോക്ക്ഡ് ITC നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബ്ലോക്ക്ഡ് ITC ചില ITC നമുക്ക് എടുക്കാൻ പറ്റില്ല. ബ്ലോക്ക്ഡ് ITC, ആ ബ്ലോക്ക്ഡ് ITCയിൽ നിങ്ങൾ ഇഫ് യു കം ടു പേജ് നമ്പർ, ഓക്കെ, ഇപ്പോൾ നിങ്ങളെൻ്റെ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് CSR എക്സ്പെൻഡിച്ചർ. ITC CSR എക്സ്പെൻഡിച്ചർ. CSR എന്താ? കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. CSRന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് നിങ്ങൾക്ക് ITC എടുക്കാൻ പറ്റൂല എന്ന് ക്ലിയർലി നമ്മളുടെ സെക്ഷൻ 17(5) അതൊരു അഡ്വാൻസ് റൂളിങ്ങിൽ വന്ന സംഭവമാണ്. ബട്ട് ദാറ്റ് ഈസ് കവർഡ് സെക്ഷൻ 17(5). ഇപ്പോൾ 17(5) പറയുന്നുണ്ട് CSR എക്സ്പെൻഡിച്ചറിൻ്റെ ITC എടുക്കാൻ പറ്റൂല. സാർ അതെങ്ങനെ ഇൻകം ടാക്സിൽ കമ്പയർ ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാൻ പറ്റും. എവരി വൺ കം ടു 37 അല്ലേ. 37 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇഫ് യു കം ടു 37 യു ക്യാൻ സി അവിടെ നിങ്ങൾക്കാണ് CSR എക്സ്പെൻഡിച്ചർ അത് ബ്ലോക്ക്ഡ് ആണ്. അത് മീൻസ് അത് ഈ ബ്ലോക്ക്ഡ് തന്നെയാണ് PGBPയിലെ ഡിസഡ്വാൻറ്റേജസ്.
അല്ലേ? അപ്പോൾ ബ്ലോക്ക്ഡ് നിങ്ങൾക്ക് ഡിസ്റ്റൻസ് കൊണ്ട് കമ്പയർ ചെയ്യാം. ബ്ലോക്ക്ഡ് മീൻസ് എന്താ? ഐ ടി സി എടുക്കാൻ പറ്റില്ല. ഡിസ്റ്റൻസ് മീൻസ് എന്താ? എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റില്ല. രണ്ടും ഏകദേശം തന്നെയല്ലേ? യെസ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ PGBP-യിലും CSR എക്സ്പെൻഡിച്ചർ കുറയ്ക്കാൻ പറ്റില്ല. ആൻഡ് ITC ചാപ്റ്ററിൽ CSR എക്സ്പെൻഡിച്ചർ ITC എടുക്കാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് എ വൺ കമ്പാരിസൺ. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ടുള്ള കമ്പാരിസൺ ആണ്, അല്ലേ? ഇനി പിന്നെ TDS ആൻഡ് TCSൻ്റെ കോൺസെപ്റ്റ് മാത്രമേ സെയിം ഉള്ളൂ. അവിടെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്താ TDS, എന്താ TCS, ആ കോൺസെപ്റ്റൊക്കെ സെയിം ആണ്, അല്ലേ? ഇപ്പം നമ്മൾ എന്താ TDS എന്നൊക്കെ അറിയാം, അല്ലേ? TDS ആൻഡ് TCSൻ്റെ കോൺസെപ്ച്വലി ഇറ്റ് ഈസ് ഓക്കെ. ഇപ്പം ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ഇഫ് യു സീ what is TDS, what is TCS, you know that. I don't know where it is. TDS and TCS എവിടെയാണ്? അവിടെ പോയി TDS and TCS, അല്ലേ? അപ്പോൾ if you take TDS chapter, okay, here it is. ഇപ്പോൾ ഇൻകം ടാക്സിൽ TDS ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോൺസെപ്ച്വലി നിങ്ങൾക്ക് അറിയുന്ന സംഭവമായിരിക്കും. ആൻഡ് ഇനിയിപ്പോൾ വാട്ട് മീൻസ് GST-യിൽ TDS എടുക്കട്ടെ. GST-യിലും TDS ഉണ്ട്, TCS-ഉം ഉണ്ട്, അല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ ഞാൻ TDS കൊടുത്തിട്ടുണ്ട്. അപ്പോൾ GST-യിലും TDS കൊടുത്തിട്ടുണ്ട്, ഇൻകം ടാക്സും TDS ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻകം ടാക്സും TDS എന്താ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇയാൾ ഇൻവോയ്സ് കൊടുത്തു, 1 lakhൻ്റെ ഇൻവോയ്സ് കൊടുത്തു. പക്ഷേ അയാൾക്ക് എത്ര തിരിച്ചു കിട്ടുന്നുള്ളൂ? 90,000 തിരിച്ചു കിട്ടുന്നുള്ളൂ. ആ 10,000 കട്ട് ചെയ്തിട്ട് ഗവൺമെൻറ്റിലേക്ക് കിടക്കും, അല്ലേ? ഇതേപോലെ തന്നെയല്ലേ ഇവിടെ ഇയാൾ കോൺട്രാക്ടർ പഞ്ചായത്തിന് 10 ലക്ഷത്തിൻ്റെ ബില്ല് കൊടുത്തു. പക്ഷേ അതിൽ ആൾക്ക് 9,80,000 കിട്ടുന്നുള്ളൂ, ബാക്കി 20,000 TDS ആയിട്ട് കൊടുത്തു. അപ്പോൾ TDSൻ്റെ കോൺസെപ്റ്റ് സെയിം ആണ്. സെക്ഷൻ ഓർത്തിരിക്കുക 51 ആണ് ഇൻകം ടാക്സ്, GST-യിൽ. DT-യിൽ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്, അല്ലേ? വി ഹാവ് സോ മെനി സെക്ഷൻസ്, അല്ലേ? അത് ഇത്രയും സെക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ ഡീറ്റെയിൽ ഡിസ്കഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. ബട്ട് ഇതാണ് സമ്മറി ഓഫ് TDS, അല്ലേ? ഓക്കെ. അപ്പോൾ TDSൻ്റെ കോൺസെപ്റ്റ് സെയിം ആണ്. അതേപോലെ TCS-ലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ കോൺസെപ്റ്റ് സെയിം ആണ്. ഇഫ് യു കം ടു TCS കോൺസെപ്റ്റ്, അല്ലേ? ഇതിപ്പോൾ ഇത് ഇൻകം ടാക്സിൻ്റെ TCS ആണ്. ഓക്കെ. ആൻഡ് GST-ൻ്റെ TCS-ലേക്ക് വരികയാണെങ്കിൽ യു ക്യാൻ സീ ഹിയർ. ഓക്കെ. അപ്പോൾ എന്താ TCS ഇൻകം ടാക്സിലേക്ക് വരികയാണെങ്കിൽ അവിടെ എമൗണ്ട് ഞാൻ കൊടുക്കാൻ മറന്നു, അല്ലേ? 1 lakh rupees-ൻ്റെ ബില്ല് കൊടുത്തു. 1 lakh rupees-ൻ്റെ ബില്ലാണ് കസ്റ്റമർക്ക് ബയർക്ക് കൊടുത്തത്. 1 lakhൻ്റെ ബില്ല് കൊടുക്കുമ്പോൾ ശരിക്കും 1 lakh അല്ലേ വാങ്ങേണ്ടത്, പക്ഷേ 1,01,000 വാങ്ങുന്നുണ്ട്, അല്ലേ? എന്നിട്ട് TCS എന്ത് ചെയ്യുന്നു? 1,000 ഗവൺമെൻറ്റിലേക്ക് കിടക്കുന്നു. ഇതന്നെയല്ലേ GST-യിൽ സംഭവിക്കുന്നത്? അതായത് ഈ സപ്ലൈയുടെ കയ്യിൽ നിന്ന് 500 രൂപ എന്ത് ചെയ്തു? TCS ആയിട്ട് വാങ്ങിയിട്ട് ആ ഇഷ്യൂ എന്ത് ചെയ്യണം? അത് ഗവൺമെൻറ്റിലേക്ക് കിടക്കണം. ഇപ്പോൾ സംഭവം TDS ആൻഡ് TCS കോൺസെപ്ച്വലി സെയിം ആണ്. സെക്ഷൻ ഓർത്തിരിക്കുക. TCS-ൻ്റെ സെക്ഷൻ 206C ആണ് ഇൻകം ടാക്സ് 206C. പക്ഷേ GST-യിലേക്ക് വരുന്ന സമയത്ത് അത് 52 എന്നുള്ള സെക്ഷനിലാണ്. പിന്നെ പ്രൊവിഷണലി അല്ലെങ്കിൽ അതിൻ്റെ ലിമിറ്റോ റേറ്റോ ഒന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് സെക്ഷൻ അതിൻ്റെ കോൺസെപ്ച്വലി മാത്രമേ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ഇൻ്റർ ലെവൽ സ്റ്റുഡൻസിന് ഇത്ര മാത്രം നമുക്ക് ഇൻകം ടാക്സും GST-യും കൂടുതലായിട്ട് കണക്ട് ചെയ്താൽ പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇനി വരുന്നതാണ് നമ്മൾ ഫൈനൽ സ്റ്റുഡൻസിന്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് ഫുള്ളായിട്ട് കേൾക്കണം. 100% നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ ബെനിഫിറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, കംപ്ലീറ്റ് കേൾക്കണം നിങ്ങൾ ഫൈനൽ സ്റ്റുഡൻസ്. ഓക്കെ. അത് നിങ്ങളിത് എന്താണ് വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കും ഷുവറായിട്ടും. കാരണം നിങ്ങൾക്ക് അത്രയും ഒരു ഹെൽപ്ഫുള്ളായിട്ട് കമ്പാരിസൺ ആയിരിക്കും ഫോർ ഷുവർ. ഓക്കെ. യെസ്. അപ്പോൾ നമുക്ക് നോക്കാം. അസസ്മെൻറ്റ് ചാപ്റ്ററിലേക്ക് വരാം. കുറച്ച് നിങ്ങൾക്ക് ധൃതിയൊന്നുമില്ലല്ലോ, എനിക്ക് ധൃതിയില്ല, മെല്ലെ എടുക്കാം നമുക്ക്, അല്ലേ? ഓക്കെ. അപ്പോൾ ഇൻ്റർ സ്റ്റുഡൻസ് ഒക്കെ പോയി, നമ്മൾ ഫൈനൽ സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ. സോ ഇഫ് യു കം ടു അസസ്മെൻറ്റ് ചാപ്റ്റർ ബഡീസ്, എവിടെയാണ് അസസ്മെൻറ്റ്? എവിടെ? അസസ്മെൻറ്റ് ചാപ്റ്റർ, അല്ലേ? അസസ്മെൻറ്റ് ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ ഓക്കെ, അസസ്മെൻറ്റ് ചാപ്റ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇൻകം ടാക്സിൻ്റെ അസസ്മെൻറ്റ് ചാപ്റ്റർ ഓപ്പൺ ആക്കട്ടെ. ഇൻകം ടാക്സിൻ്റെ അസസ്മെൻറ്റ് എവിടെയാണ് പറയൂ? വേർ ഈസ് മൈ ഇൻകം ടാക്സ് അസസ്മെൻറ്റ് ബഡീസ്? ഓക്കെ, ഹിയർ ഈസ് എ ഇൻകം ടാക്സ് അസസ്മെൻറ്റ്. ഓക്കെ. അപ്പോൾ ഇതൊന്നും കണ്ടുപേടിക്കേണ്ട. ഇതൊക്കെ നമ്മൾ റെഗുലർ ക്ലാസ്സിൽ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യുന്ന സംഭവങ്ങളാണ്. ഇവിടെ നിങ്ങളതൊന്നും കണ്ടുപേടിക്കേണ്ട. അപ്പോൾ ഞാൻ ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ GST ബുക്ക് കയ്യിലുണ്ടെങ്കിൽ ഞാൻ അധിക ടോപ്പിക്കിലും ഇങ്ങനെ ഒരു GST വേഴ്സസ് ഇൻകം ടാക്സ് കമ്പാരിസൺ കൊടുത്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കാരണം അതുകൊണ്ട് എനിക്കറിയാം ഈ ഒരു എഫേർട്ട് എത്രത്തോളം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതുകൊണ്ടാണ്. ഓക്കെ. സോ ലിസൺ, നമ്മൾ ഫസ്റ്റ് സെൽഫ് അസസ്മെൻറ്റ്. ഒന്നുമില്ല, സെൽഫ് അസസ്മെൻറ്റ് ഇൻകം ടാക്സിൽ 140 ആണ്, GST-ൽ 59 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു. അവിടെ എന്താ സംഭവിക്കൊന്നുമില്ല. നമ്മളുടെ ഇൻകം ടാക്സ് ആയിക്കോട്ടെ GST ആയിക്കോട്ടെ, വി ഹാവ് ടു സെൽഫ് അസസ് ആൻഡ് പേ ദ ടാക്സ്. അതുകൊണ്ടാണ് റിട്ടേൺ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ആ സെക്ഷൻ വേണമെങ്കിൽ കമ്പയർ ചെയ്ത് പഠിക്കാം. പിന്നെ പ്രൊവിഷണൽ അസസ്മെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളുടെ
ജി എസ് ടിയിൽ ദർ ഇസ് എ സെക്ഷൻ 60 പ്രൊവിഷണൽ അസസ്മെൻറ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ പ്രൊവിഷണൽ അസസ്മെൻറ്റ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വാല്യൂ റേറ്റ് ഒന്നും കണ്ടെത്താൻ പറ്റൂല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലിക്കേഷൻ കൊടുത്തിട്ട് പ്രൊവിഷണൽ അസസ് ചെയ്യാം അല്ലേ. ഇതിൽ എക്സാമ്പിൾ എന്താ ചോദിക്കുകയെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റിൻ്റെ കമ്പ്യൂട്ടേഷനാണ്. ആ ഫൈനൽ അസസ്മെൻറ്റ് കഴിഞ്ഞിട്ട് ആ ഇൻട്രസ്റ്റിൻ്റെ കമ്പ്യൂട്ടേഷനാണ് ചോദിക്കുക. നമ്മൾ അങ്ങോട്ട് കൊടുക്കണം 18% ഫ്രം ദ ഡ്യൂ ഡേറ്റ് കൊടുക്കണം. ഇങ്ങോട്ട് കിട്ടാനാണെങ്കിൽ ആ 60 ഡേയ്സ് കൊണ്ടും ഫൈനൽ അസസ്മെൻറ്റ് കഴിഞ്ഞിട്ട് 60 ഡേയ്സ് കൊണ്ടും കിട്ടിയില്ലെങ്കിൽ നമുക്ക് 6% ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം വെച്ചാൽ ഇൻകം ടാക്സിൽ പണ്ട് അങ്ങനെ സെക്ഷൻ ഉണ്ടായിരുന്നു, പിന്നെ അത് ഒഴിവാക്കി, ഒമിറ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു കമ്പാരിസൺ പോസിബിൾ അല്ല. എന്നാലും ജസ്റ്റ് ഓർത്തിരിക്കുക, ഇൻകം ടാക്സ് അങ്ങനത്തെ സംഭവമല്ല. ഇനിയാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു അടിപൊളി സാധനം. എന്താണത്? സ്ക്രൂട്ടിനി ഓഫ് റിട്ടേൺ അല്ലേ, സ്ക്രൂട്ടിനി. അപ്പോൾ നമുക്ക് ആദ്യം എന്ന് വെച്ചാൽ ഇൻകം ടാക്സിൻ്റെ സ്ക്രൂട്ടിനി നമുക്കൊന്ന് ആദ്യം നോക്കാം അല്ലേ. ഇൻകം ടാക്സിലെ സ്ക്രൂട്ടിനി 143 എവിടെ, 143 എവിടെ, 143 എവിടെയാണ് മക്കളെ? ഇതാണ് 143 143 സ്ക്രൂട്ടിനി അസസ്മെൻറ്റ്. സ്ക്രൂട്ടിനി അസസ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന എല്ലാ റിട്ടേൺസും എന്ത് ചെയ്യില്ല, അവർ സ്ക്രൂട്ടനൈസ് ചെയ്യില്ല. ചില സെലക്റ്റഡ് ആയിട്ടുള്ള റിട്ടേൺസ് മാത്രമാണ് എന്ത് ചെയ്യുക, അവർ സ്ക്രൂട്ടനൈസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ സെക്ഷനാണ് 143 അല്ലേ, അതിൻ്റെ സെക്ഷനാണ് 143. നൗ ലിസൺ, ജി എസ് ടിയിൽ സാർ അങ്ങനെ സ്ക്രൂട്ടിനി ഉണ്ടോ? ഉണ്ട്. 61 സ്ക്രൂട്ടിനി എന്നുള്ള ഒരു സംഭവം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയാം. കമ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എന്താണ് സെക്ഷൻ 60 നമ്മൾ പിന്നെ 1 സെക്കൻഡ് ഓക്കെ ഓക്കെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്ക്രൂട്ടിനി അല്ലേ, ഞാൻ പറഞ്ഞു ഇവിടെ സെലക്ട്, ഇവിടെ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇൻകം ടാക്സിൻ്റെ കേസിൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഫുള്ളായിട്ട് എന്ത് ചെയ്യില്ല, അവർ സ്ക്രൂട്ടനൈസ് ചെയ്യില്ല. ഓക്കെ. അപ്പോൾ മേ ബി ഇവിടെ കണ്ടോ, മേ ബി ആണ്, അവിടെ മേ ബി ആണ്, ഇവിടെ മേ ബി ആണ് അല്ലേ, അല്ലാതെ ഉറപ്പാണ് സ്ക്രൂട്ടിനി ചെയ്യുന്നല്ല. ഓക്കെ. ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സ്ക്രൂട്ടിനി എന്താ പറയുക, സ്ക്രൂട്ടിനൈസ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ അവിടെ ASMT 10 എന്നുള്ള ഒരു നോട്ടീസ് അയക്കും. ASMT 10 അതാണ് അതിൻ്റെ നോട്ടീസ് അല്ലേ. അപ്പോൾ പിന്നെ എന്താ പറയുന്നത്, നമ്മൾ റിപ്ലൈ കൊടുക്കണം വിത്തിൻ 30 days ആണ്. ഓക്കെ. ഇനി നമ്മൾ സ്ക്രൂട്ടിനി നോട്ടീസ് ഏതാ, ഇൻകം ടാക്സ് നോട്ടീസ് 143(2) ആണ് അല്ലേ, 143(2) ആണ്. അപ്പോൾ അത് ആ 143(2)ൻ്റെ കേസിൽ ക്ലിയർ ആയിട്ടൊരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ മാക്സിമം നമുക്ക് അത് നോട്ടീസ് അയക്കാനുള്ളത് വിത്തിൻ 3 months ഫ്രം ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. ആ വർഷം കഴിഞ്ഞിട്ട് 3 മാസം കൊണ്ട് എന്ത് ചെയ്യണം, യു ഹാവ് ടു ഇഷ്യൂ നോട്ടീസ് അണ്ടർ 143(2) അല്ലേ. ഓക്കെ. ഇപ്പോൾ 143(2) ആണ് അവിടുത്തെ നോട്ടീസ്. ഇവിടെ ASMT 10 ആണ് പിന്നെ നമ്മുടെ സ്ക്രൂട്ടിനിൻ്റെ നോട്ടീസ് ഇൻ GST അല്ലേ. ഓക്കെ. അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. പിന്നെ അതിൽ നമുക്ക് പിന്നെ ഓക്കെ, ഇനിയിപ്പോൾ സ്ക്രൂട്ടിനി നോട്ടീസ് വന്നു, നമ്മൾ റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ പിന്നെ അവർക്കുള്ള ആക്ഷൻ എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഓഡിറ്റ് ചെയ്യാം അല്ലേ, അല്ലെങ്കിൽ നമുക്ക് പിന്നെ എന്താ പറയുക, ഇൻസ്പെക്ഷൻ സെർച്ചൊക്കെ ഇനിഷ്യേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിമാൻഡൊക്കെ ചെയ്യാം. പക്ഷേ നമ്മളുടെ ഇവിടെ പറയുന്നുണ്ട് സ്ക്രൂട്ടിനിക്ക് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഡയറക്റ്റ്ലി അങ്ങോട്ട് പോകും. എവിടെയാണ് 144 പോകും, നമ്മൾ കൊടുത്തിട്ടില്ല. അസസ്മെൻറ്റോടെ ഫൈൻ ട്രസ്റ്റ് അണ്ടർ എക്സെപ്ഷൻ ഓക്കെ. അത് കുഴപ്പമില്ല. അതായത് നമ്മളുടെ 144 ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 144 നമ്മളുടെ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ്, അതായത് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ 144 എന്ന് വെച്ചാൽ എന്താ, ബെസ്റ്റ് ജഡ്ജ്മെൻറ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇൻകം ടാക്സ് പ്രകാരം നമ്മളൊരു സ്ക്രൂട്ടിനിക്ക് നമ്മൾ റിപ്ലൈ കൊടുത്തില്ല എങ്കിൽ, സ്ക്രൂട്ടിനി നോട്ടീസ് റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റിലേക്കാണ് അത് പോവുക അല്ലെ, ബെസ്റ്റ് ജഡ്ജ്മെൻറ്റിലേക്ക് പോകും. അപ്പോൾ ഇവിടെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒന്ന് സെക്ഷൻ നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കുക. ഏതാണ്? സ്ക്രൂട്ടിനിൻ്റെ GST സെക്ഷൻ 61 ആണ്, ഇൻകം ടാക്സിൻ്റെ സെക്ഷൻ 143 ആണ്. നോട്ടീസ് ഇവിടെ ഏതാണെന്ന് വെച്ചാൽ ASMT 10 ആണ് GSTയിൽ, ഇൻകം ടാക്സിൽ 143(2) ആണ് അല്ലേ, 143(2) ആണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സ്ക്രൂട്ടിനി അറിയുമ്പോൾ എല്ലാ റിട്ടേൺസും എന്ത് ചെയ്യില്ല, സ്ക്രൂട്ടനൈസ് ചെയ്യില്ല. അത് അവർ സെലക്ട് ചെയ്യുന്നത് മാത്രമാണ് സ്ക്രൂട്ടനൈസ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ കോൺസെപ്ച്വലി രണ്ട് സെയിം ആണ്. അതിൻ്റെ നോട്ടീസും നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാം അല്ലേ. പിന്നെ അതുപോലെ എന്താണ് അതിൻ്റെ ഫോംസും ഒക്കെ നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാം. പിന്നെ അത് ഞാൻ പറഞ്ഞു എല്ലാ റിട്ടേൺ സ്ക്രൂട്ടനൈസ് ചെയ്യില്ല, അതൊക്കെ അവിടെയും ഇവിടെ ഒക്കെ സെയിം ആണ്. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ GSTയിലെ സ്ക്രൂട്ടിനി പഠിക്കുമ്പോൾ ഉടൻ എന്ത് ചെയ്യുക, നിങ്ങൾ ഇൻകം ടാക്സ് സ്ക്രൂട്ടിനി പഠിക്കുക. അതായത് നമ്മളുടെ എന്താണ് GSTയിലെ 61 പഠിക്കുമ്പോൾ ഉടൻ നിങ്ങൾ എന്ത് ചെയ്യുക, 143 പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ കോൺസെപ്റ്റ് രണ്ട് സെയിം ആണ്. ഒരേ എഫേർട്ടിൽ നമുക്ക് എന്ത് ചെയ്യുക, രണ്ടും തീർക്കാൻ പറ്റും അല്ലേ. അത് വായിക്കുക, അതിൻ്റെ കൂടെ തന്നെ ഇതും വായിക്കാം. പരിപാടി സിമ്പിൾ അല്ലേ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം. ഇനി അപ്പോൾ ദാറ്റ് ഈസ് എ ഫസ്റ്റ് തിങ് യു ക്യാൻ കമ്പയർ. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞു അല്ലേ, 59 കഴിഞ്ഞു, 60 കഴിഞ്ഞു, 148, 143. ഇനി അതുപോലെ തന്നെ നമുക്ക് അടുത്തത് ഞാനിവിടെ സമ്മറിയിലേക്ക് തന്നെ വരാം. ഓക്കെ. പിന്നെ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് നമുക്ക് GSTയിൽ അല്ല, ഇൻകം ടാക്സിൽ ഒന്നേ ഉള്ളൂ, GSTയിൽ 2 ഉണ്ട്, 62 ഉണ്ട്, 63 ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം GST നോക്കാം. എന്താ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് എന്ന് വെച്ചാൽ അവരെങ്ങനെയാണ് അവർ അസസ് ചെയ്യാം.
നമ്മൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്താലല്ലേ അതിൻ്റെ ബേസിൽ അവർ അസസ് ചെയ്യാം. നമ്മൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ അവരെന്താ ചെയ്യുക, അവരുടെ കയ്യിലുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് അവർ അസസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യും. അതാണ് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ്. അത് തന്നെയാണ് ജി എസ് ടിയിലും ഇൻകം ടാക്സിലും. ഇപ്പോൾ ജി എസ് ടിയിൽ 2 സ്ഥലങ്ങളിൽ 62 and 63 2 സ്ഥലങ്ങളിൽ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് ചെയ്യും. ഒന്ന് നോൺ ഫയലേഴ്സ് ഓഫ് റിട്ടേൺ, നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാതിരുന്നാൽ അല്ലേ. അതേപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക വട്ട് വി സേ 63 അൺരജിസ്റ്റേർഡ് പേഴ്സൺ, നിങ്ങൾ രജിസ്ട്രേഷൻ ലയബിളാണ്, ബട്ട് സ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ട് രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല. അപ്പോൾ ഈ 2 കേസുകളിലാണ് എന്ത് ചെയ്യാം ഇൻകം ടാക്സിൽ ജി എസ് ടിയിൽ ബെസ്റ്റ് ജഡ്ജ്. അപ്പോൾ 2 സെക്ഷൻ ഉണ്ട്, ഓർത്തിരിക്കുക. അപ്പോൾ എന്താ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ്? ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ റിട്ടേൺ ഫയൽ ഇതിൽ വേറെ കാര്യം കൂടി ശ്രദ്ധിക്കണ്ടോ, നമ്മൾ വേറെ കാര്യം കൂടി കമ്പയർ ചെയ്യാം, അത് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കേസ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാത്ത കേസിലാണ് നമ്മളുടെ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് ചെയ്യാം അല്ലേ. അതാണ് സെക്ഷൻ 62, റിട്ടേൺ ഫയൽ ചെയ്യാത്ത കേസിൽ. ഓക്കെ, അപ്പോൾ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് ചെയ്യും, അതിൻ്റെ നോട്ടീസൊക്കെ നമുക്ക് അയക്കും അല്ലേ, അതിൻ്റെ നോട്ടീസൊക്കെ നമുക്ക് അയക്കും. നൗ ലിസൺ എവരി വൺ ഹിയർ. ഈ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് ഒരിക്കലും ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് ചെയ്യില്ല കേട്ടോ. ഒറ്റയടിക്കല്ല ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് ചെയ്യാം. ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് ആദ്യം റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ ആദ്യം അവർ നമുക്കൊരു നോട്ടീസ് അയക്കും അല്ലേ, അത് നമുക്ക് നോട്ടീസ് അയക്കും. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, എവിടെയൊന്നും അതായത് സെക്ഷൻ 46 റിട്ടേൺസ് ചാപ്റ്ററിൽ കൊടുത്ത സെക്ഷനാണ് സെക്ഷൻ 46. സെക്ഷൻ 46 അതായത് സെക്ഷൻ 46 ആദ്യം നോട്ടീസ് അയക്കും, നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല, റിട്ടേൺ ഫയൽ ചെയ്യും. ഈ സെക്ഷൻ 46 നോട്ടീസ് അയച്ചിട്ട് എന്നിട്ടും നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിലാണ് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ജി എസ് ടിൻ്റെ പ്രൊസീജിയർ നോ റിട്ടേൺ ഫയൽഡ് ആണെങ്കിൽ, നോട്ട് ഫയൽഡ് റിട്ടേൺ ആണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് 46 നോട്ടീസ് വരും. 46 നോട്ടീസ് വന്നിട്ട് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിലാണ്, അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം സെക്ഷൻ 62 ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് വരാം. അപ്പോൾ സാർ ഇൻകം ടാക്സിൽ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഉണ്ടോ? ഉണ്ട്. 140(1) ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടാൽ നിങ്ങൾക്ക് കാണാം, എവിടെയാണോ യു ക്യാൻ സി ഹിയർ 140(1) അല്ലേ, 141 എൻക്വയറി ബിഫോർ അസസ്മെൻറ്റ്. അപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ട് ടു ഫർണിഷ് റിട്ടേൺ ഓഫ് ഇൻകം. നിങ്ങൾ റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്യാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആദ്യം 140(1) നോട്ടീസിന് വരിക. പിന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെന്താണ് ഓക്കെ ഇതിലല്ല നമ്മുടെ ബെസ്റ്റ്, അതായത് ഈ നോട്ടീസ് റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ, അതായത് 140(1) നോട്ടീസിന് റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ നേരെ എങ്ങോട്ട് പോകും, 144 ബെസ്റ്റ് ജഡ്ജ്മെൻറ്റിലേക്ക് പോകും. അപ്പോൾ ഇവിടെ നിങ്ങൾ നമ്മളുടെ ഇപ്പം ജി എസ് ടിൻ്റെ കേസിൽ ഇങ്ങനെയാണ് വരിക. ഇൻകം ടാക്സിൻ്റെ കേസിലാണെങ്കിൽ നോട്ട് ഫയൽഡ് റിട്ടേൺ ആണെങ്കിൽ ആദ്യം വരും എന്താണ് 140(1) നോട്ടീസ് വരും. 140(1) നോട്ടീസ് റിപ്ലൈ കൊടുത്തില്ലെങ്കിലാണ് 144 ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് വരും. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട സംഭവം. അപ്പോൾ ആദ്യം നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് ഇൻകം ടാക്സിലും ജി എസ് ടിയിലും എന്ത് ചെയ്യില്ല, ഫസ്റ്റ് തന്നെ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് ചെയ്യില്ല. അവരാദ്യം എന്ത് ചെയ്യും, നമുക്ക് നോട്ടീസ് അയക്കുക റിട്ടേൺ ഫയൽ ചെയ്യാൻ. അത് 46 ആണ് ജി എസ് ടിയിൽ, 141 ആണ് ഇൻകം ടാക്സിൽ. അതിന് നമ്മൾ റിപ്ലൈ കൊടുത്തില്ലെങ്കിലാണ് എന്ത് ചെയ്യുക, 62 അല്ലെങ്കിൽ 144 പ്രകാരം അവർ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ കോൺസെപ്ച്വലി രണ്ടും സെയിം ആണ്. അതിൻ്റെ എന്താണ് പറയുക, അതേപോലെ തന്നെ ഏകദേശം പ്രൊവിഷൻസും ഏകദേശം സെയിം ആണ്. അപ്പോൾ നിങ്ങൾ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് നിങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം, നിങ്ങൾ നിർബന്ധമായിട്ടും 62 ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് പഠിക്കുമ്പോൾ ഇൻകം ടാക്സിൻ്റെ 144 കൂടെ കമ്പയർ ചെയ്തിട്ട് വേണം പഠിക്കാൻ. ഓക്കെ, അപ്പോൾ അത് മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ അതൊരു ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ്. ഇനി വേറെ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് ഉണ്ട്, ഏതാണത്, നമ്മളുടെ അൺരജിസ്റ്റേർഡ് പേഴ്സൺ. ഇങ്ങനത്തെ ഒരു ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് നമ്മൾ ഇൻകം ടാക്സിലില്ല. ഇപ്പോൾ ഇൻകം ടാക്സിനെ കണക്ട് ചെയ്യാൻ പറ്റുക 62 മാത്രമാണ്, 62 വിത്ത് 144. 63 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോൺസെപ്റ്റ് സെയിം ആണ്, ഇതും ബെസ്റ്റ് ജഡ്ജ്മെൻ്റ് ആണ്. അതായത് നിങ്ങൾ റിട്ടേൺ രജിസ്ട്രേഷൻ ചെയ്യാത്തതുകൊണ്ട് അവരുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ വെച്ചിട്ടാണ് അസസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ കോൺസെപ്റ്റ് സെയിം ആണ്, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻകം ടാക്സുമായിട്ട് അത്രത്തോളം കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല 63. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി അല്ലേ. സോ നമുക്ക് മനസ്സിലായി, ഇൻകം ടാക്സിൽ വി ഹാവ് 2 ബെസ്റ്റ് ജി എസ് ടിയിൽ വി ഹാവ് 2 ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ്, പക്ഷേ ഇൻ ഇൻകം ടാക്സ് ഓൺലി 1 ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ്. പിന്നെ സമ്മറി അസസ്മെൻറ്റ് നമുക്ക് ഇൻകം ടാക്സിലില്ല, ജി എസ് ടിയിലും, അപ്പോൾ അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഓഡിറ്റ് ബൈ ടാക്സ് അതോറിറ്റി നമുക്ക് എന്തില്ല, ഇൻകം ടാക്സിലില്ല, ജി എസ് ടിയിലുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഏതുണ്ട്, സ്പെഷ്യൽ ഓഡിറ്റ് ഉണ്ട്. സ്പെഷ്യൽ ഓഡിറ്റ് അവിടെയുണ്ട്, ഇവിടെയുണ്ട്. എന്താ സ്പെഷ്യൽ ഓഡിറ്റ്? സ്പെഷ്യൽ ഓഡിറ്റ് ശരിക്കും പറയുകയാണെങ്കിൽ എന്താ സംഭവം വെച്ചാൽ, നമ്മളുടെ പ്രോപ്പർ ഓഫീസർക്ക് ഒന്ന് ആലോചിക്കുക, നമ്മുടെ പ്രോപ്പർ ഓഫീസർ അല്ലെങ്കിൽ അസസിങ് ഓഫീസറൊക്കെ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഈ അക്കൗണ്ട്സും ടാക്സും ഒക്കെ വലിയ നോളജുള്ള ആളുകളാണോ? ഒരിക്കലല്ല. അവർ ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത ആളുകളായിരിക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു SAP ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഈ അക്കൗണ്ട്സിൻ്റെ ബേസിക്സ് പോലും അറിയാത്ത ഒരാൾ പോയിട്ട് അതൊന്ന് അസസ് ചെയ്യുന്നതിന് ഒന്ന് ആലോചിച്ച് നോക്കുങ്ങൾ.
SAP നമുക്ക് അക്കൗണ്ട്സ് ഒക്കെ അറിയുന്ന ആൾക്ക് തന്നെ SAP ചിലപ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം അറിയാത്ത ഒരാൾ പോയിട്ടാണ് അസസ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ, നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളുടെ എന്താ പറയുക, അവരെന്ത് ചെയ്യും, അവർ നമ്മളുടെ സഹായം തേടും. നമ്മൾ അതായത് ഇൻകം ടാക്സിലാണെങ്കിൽ CAൻ്റെ സഹായം തേടും, GSTയിലാണെങ്കിൽ CMAൻ്റെ സഹായം തേടും. അതാണ് സ്പെഷ്യൽ ഓഡിറ്റ്. അപ്പോൾ സ്പെഷ്യൽ ഓഡിറ്റ് നമ്മളെ GSTയിലും ചില കേസ് ഉണ്ടാകും. നമ്മൾ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട കേസിലാണെങ്കിൽ ഇൻകം ടാക്സും CMAൻ്റെ കേസ് എടുക്കാം. ഓക്കെ, എനിവേ അപ്പോൾ അതാണ് സ്പെഷ്യൽ ഓഡിറ്റ്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് സ്പെഷ്യൽ ഓഡിറ്റ്. അപ്പോൾ സ്പെഷ്യൽ ഓഡിറ്റിൻ്റെ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെ ചിന്തിച്ചാൽ മതി, ഇവന്മാർക്കൊന്നും അറിയുന്നില്ല. ആർക്ക്? നമ്മുടെ പ്രോപ്പർ ഓഫീസർക്ക് ഒരു മാങ്ങാത്തുള്ളി അറിയില്ല, അതേപോലെ. അപ്പോൾ അവർക്കൊന്നും അറിയുന്നില്ല. അവർക്ക് ആ ഒരു എന്താ പറയുക, ബുക്സ് നോക്കിയിട്ട് അവർ മേലോട്ട് നോക്കേണ്ടത് എന്ത് ചെയ്യും അല്ലേ, എന്ത് ചെയ്യും അങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോഴാണ് ഇതറിയുന്ന ഒരാളുണ്ടല്ലോ, ആരാണ് CMA, അവരെ വിളിക്കാം. അതാണ് സ്പെഷ്യൽ ഓഡിറ്റ്. അപ്പോൾ അത് കോൺസെപ്ച്വലി അവിടെയും സെയിമാണ് ഇവിടെയും സെയിമാണ്. അപ്പോൾ യു ക്യാൻ സീ ഹിയർ സെക്ഷൻ 66. ഓക്കെ, സെക്ഷൻ 66 യു ക്യാൻ കണക്ട് അല്ലേ. എപ്പോഴാണ് സ്പെഷ്യൽ ഓഡിറ്റ്? GST ആട്ടോ, GST പറയാണ് എപ്പോഴാണ് മിനിമം അസിസ്റ്റൻറ്റ് കമ്മീഷണർ ആയിരിക്കണം. അവർക്ക് തോന്നുകയാണ് വാല്യൂ നോട്ട് കറക്റ്റഡ് ഓർ സ്റ്റേറ്റഡ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താണ് അവൈൽ നോട്ട് വിത്തിൻ ദ നോർമൽ ലിമിറ്റ് ആൻഡ് കൺസിഡർ ദ കോംപ്ലക്സിറ്റി ഓഫ് അക്കൗണ്ട്സ്. എന്താണ് ഈ കോംപ്ലക്സിറ്റി? അവർക്ക് മനസ്സിലാത്ത പരിപാടിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇനി ഇൻകം ടാക്സ് നോക്കാം, സ്പെഷ്യൽ ഓഡിറ്റ് നോക്കാം. അവിടെ എപ്പോഴാണ് ചെയ്യാൻ നമ്മൾ നോക്കാം. 142(2)(a സ്പെഷ്യൽ ഓഡിറ്റ് അല്ലേ, അതാണ് സ്പെഷ്യൽ ഓഡിറ്റ്. അപ്പോൾ ഇവിടെ നമ്മളെന്താണ്, ഇവിടെ ആരുടെ അപ്രൂവൽ വേണം? പ്രയർ അപ്രൂവൽ, PCC, CC, PC അല്ലേ, കമ്മീഷണർ. അപ്പോൾ മിനിമം കമ്മീഷണറെങ്കിലും അപ്രൂവൽ വേണം. അപ്പോൾ ഇവിടെ ദാറ്റ് അസിസ്റ്റ് ടു ഗെറ്റ് അക്കൗണ്ട്സ് ഓഡിറ്റ് ബൈ CA അല്ലെങ്കിൽ ഇൻവെൻറ്ററിൻ്റെ കേസിൽ CMAൻ്റെ എന്താണ് സഹായം എടുക്കാം. അപ്പോൾ ലിസൺ എവരി വൺ, അവിടെ നിങ്ങൾക്കാണ് എപ്പോഴൊക്കെയാണ് ചെയ്യാന്ന് വെച്ചാൽ ദർ ആൾസോ യു ക്യാൻ സീ നേച്ചർ ആൻഡ് കോംപ്ലക്സിറ്റി. സംഭവം അത് മാത്രം മതി, അതാണ് അവരുടെ പ്രശ്നം, നേച്ചർ ആൻഡ് കോംപ്ലക്സിറ്റി. അവർക്ക് ബുക്ക് നോക്കിയിട്ട് മനസ്സിലാവണില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും അവർ, എന്താണ് ആ അസിംഗ് ഓഫീസർ പറയും നിങ്ങളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് CA കൊണ്ട് ഓഡിറ്റ് ചെയ്തിട്ട് വരണം അല്ലേ എന്ന് ഇൻകം ടാക്സ് പറയും. ഓക്കെ, സോ പിന്നെ സെലക്റ്റഡ് CA ഓർ CMA കണ്ടക്ട് ദ ഓഡിറ്റ് ആൻഡ് സബ്മിറ്റ് ദ ഫോം 6B. അതാണ് അതിൻ്റെ പ്രൊസീജിയർ. അത് എന്ത് ചെയ്യണം, ദേ ഹാവ് ടു കംപ്ലീറ്റ് വിത്തിൻ 180 days. അങ്ങനെ കുറേ കംപ്ലീഷൻസ് ഉണ്ട് അല്ലേ. ഓക്കെ, സോ ഇതേപോലെ തന്നെ ഇവിടെ അതേപോലെ പറയാണ് ഒരു CMA വെച്ചിട്ട് എന്ത് ചെയ്യും അവർ കംപ്ലീറ്റ് ചെയ്യണം. സോ പിന്നെ എന്താണ് ടു ദ പ്രോപ്പർ വിത്തിൻ 90 days. അപ്പോൾ അവിടെ 180 days ആണ്, ഇവിടെ 90 days ആണ് അല്ലേ. ഓക്കെ, സോ ദാറ്റ് യു ക്യാൻ സീ. അപ്പോൾ 180 days, GSTയിൽ 90 days. അപ്പോൾ വളരെ രീതിയിൽ നല്ല അടിപൊളിയായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാം. ഞാനതിൻ്റെ ഫുൾ കോൺസെപ്റ്റ് പറയാമെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് എല്ലാം കൂടെ ടച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എവിടെയൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റും, എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് മാത്രമേ ഗൈഡ് ചെയ്യുന്നുള്ളൂ. ഒരു റെഗുലർ ക്ലാസ് പോലെ ഫുള്ളായിട്ട് കമ്പയർ ചെയ്യാൻ നമുക്ക് സമയമില്ല. ഓക്കെ, സോ ഏതായാലും അപ്പോൾ നമുക്ക് 142(2)(a വി ക്യാൻ കമ്പയർ വിത്ത് സെക്ഷൻ 66. സെറ്റല്ലേ, അടിപൊളിയല്ലേ? യെസ്. അപ്പോൾ അത് നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാം അല്ലേ. ഓക്കെ, പിന്നെ നമുക്ക് കമ്പയർ ചെയ്താൽ പഠിക്കാൻ പറ്റുക എന്താണെന്ന് വെച്ചാൽ ലിസൺ എവരി വൺ. ഓക്കെ, ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് നമുക്കറിയാം 44AB ആണ്, അതായത് നമ്മുടെ PGBPയിൽ പഠിച്ചിട്ടുണ്ട് ടാക്സ് ഓഡിറ്റ്. പക്ഷേ ഇവിടെ നമുക്ക് 35A സെക്ഷനൊക്കെ കമ്പയർ ചെയ്യാം, പക്ഷേ ഇതിപ്പോൾ റിമൂവ്ഡ് ആണ്, ഒമിറ്റഡ്, ഇതിപ്പോൾ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ടാക്സ് ഓഡിറ്റ് ഇൻകം ടാക്സ് പോലെ GSTയിൽ എന്തില്ല, ഒരു GST ഓഡിറ്റ് ഇല്ല. ഓക്കെ, ഇപ്പോൾ നമുക്ക് CMA ഒന്നും ഓഡിറ്റിംഗ് ഇല്ല ശരിക്കും പറയുകയാണെങ്കിൽ GST, അതുകൊണ്ട് അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമുക്ക് വളരെ അടിപൊളിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന സെക്ഷൻസ് ഏതൊക്കെയെന്ന് വെച്ചാൽ ഒന്ന് സെൽഫ് അസസ്മെൻറ്റ് നമുക്ക് കമ്പയർ ചെയ്യാം, കോൺസെപ്റ്റ് സെയിം ആണ്. ആൻഡ് വി ക്യാൻ കമ്പയർ ദ സ്ക്രൂട്ടിനി അല്ലേ, നല്ല രീതിയിൽ കമ്പയർ ചെയ്യാം. ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അല്ലേ, 62 കമ്പയർ ചെയ്യാം. പിന്നെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന സ്പെഷ്യൽ ഓഡിറ്റ്, നല്ല രീതിയിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് സ്പെഷ്യൽ ഓഡിറ്റ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഏരിയാസ് നമുക്ക് കംപ്ലീറ്റ്ലി ആ രണ്ട് സബ്ജക്റ്റും ഒരുമിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അത്രയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സമയം സേവ് ചെയ്യാൻ പറ്റും അല്ലേ. കാരണം നിങ്ങൾ ബുക്ക് അത്രയും വൈഡായിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ് ഈ പറഞ്ഞ അസസ്മെൻറ്റും കാര്യങ്ങളൊക്കെ. ഇൻകം ടാക്സിന് GST ഒരുമിച്ച് നോക്കുകയാണെങ്കിൽ അത്രയും പേജസ് അല്ലേ പേജസ്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒറ്റ വെടിക്ക് രണ്ട് പക്ഷി പോലെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് ഉള്ളത് എന്താണ്, ഇൻസ്പെക്ഷൻ്റെ കേസൊക്കെയാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇൻസ്പെക്ഷൻ, സെർച്ച് ആൻഡ് സീജ്വർ അല്ലേ. അപ്പോൾ അതിൻ്റെ കേസ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് വൺ ബഡീസ്. ഓക്കെ, ഇൻസ്പെക്ഷൻ്റെ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അപ്പോൾ GSTയിലാണെങ്കിലും നമുക്ക് രണ്ട് ഇൻസ്പെക്ഷൻസ് ഉണ്ട്. ഇഫ് യു കം ടു GSTയിൽ നമുക്ക് ഇൻസ്പെക്ഷൻ, ഇവിടെ നമുക്ക് GSTയിൽ ഇൻസ്പെക്ഷൻ, സെർച്ച് എന്ന് പറഞ്ഞ രണ്ട് സെക്ഷൻസ് ഇല്ല. GSTയിൽ നമ്മൾ വരികയാണെങ്കിൽ ഇൻസ്പെക്ഷനും സെർച്ചും ഒക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് ഇൻസ്പെക്ഷൻ സെർച്ച് നമുക്കുണ്ട്. ഒന്ന് 67 ഉണ്ട്, അതുപോലെ 68 ഉണ്ട്. രണ്ട് ഇൻസ്പെക്ഷൻ സെക്ഷൻസ് ഉണ്ട്. ഓൾറൈറ്റ്, ഓക്കെ. ഇനി ഈ സെക്ഷൻ 67 ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ സെർച്ച് വാട്ടെവർ എന്തോ നിങ്ങൾക്ക് വിളിക്കാം, ഇൻസ്പെക്ഷനോ സെർച്ചോ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല. ഇത് നോർമലി നമ്മൾ പ്രിമൈസ് ആയിരിക്കും നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുക, അതായത് ഒരു സെർച്ച് ചെയ്യുക.
ഇത് വെഹിക്കിൾസ് ആയിരിക്കും ഇൻസ്പെക്ട് ചെയ്യുക. ഓക്കെ, നൗ ദിസ് സെക്ഷൻ 67ൻ്റെ ബാക്കിയുള്ള അസസ്മെൻറ്റും ബാക്കിയുള്ള പെനാൽറ്റീസും ഒക്കെ വരിക 130 വരിക. പക്ഷേ ഇവിടെ നിന്ന് വരിക 129 വരിക. പക്ഷേ പ്രാക്ടിക്കലി ഞാനിപ്പോൾ ഒരു 1 മന്ത് മുമ്പ്, 1 മന്ത് ഓർ 2 മന്ത്സ് മുമ്പ് നമ്മുടെ ക്ലയൻസിൻ്റെ കേസിൽ സെക്ഷൻ 68 അവർ ഇൻവോക്ക് ചെയ്തു. പക്ഷേ ദേ ഹാവ് ഡയറക്റ്റ്ലി ഇൻവോക്ക്ഡ് 130 ഇൻവോക്ക് ചെയ്തു. 130 ഇസ് എ വെരി ഡേഞ്ചർ. 130 വരെയാണ് നമ്മൾ എന്നിട്ട് അവരുടെ കാല് പിടിച്ചാണ് 130 ഇൻവോക്ക് ചെയ്തത്. 129 കൊണ്ടുപോകണം അവരുടെ കാല് പിടിച്ചാൽ, പക്ഷേ അത് സംഭവിക്കുന്നില്ല. അപ്പോൾ ഏതായാലും നമുക്ക് 68ൻ്റെ കേസിൽ സംടൈംസ് പ്രാക്ടിക്കലി 130 വരാം എന്നും കൂടെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പിന്നെ കണക്ഷൻ. ഇനി ഇൻകം ടാക്സിലേക്ക് വരികയാണെങ്കിൽ ഇൻസ്പെക്ഷന് വേറെ സെക്ഷൻ ഉണ്ട്, സെർച്ചിന് വേറെ സെക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, സോ ഇഫ് യു ടേക്ക് ഇൻസ്പെക്ഷൻ, അവിടെ നമ്മൾ 131 ഇൻസ്പെക്ഷനൊക്കെ വരിക. ഓക്കെ, സോ ഞാൻ എടുക്കാം. ഇഫ് യു കം ടു ഇൻകം ടാക്സ് സ്റ്റഡീസ് അല്ലേ, ഇപ്പോൾ സർവേ സെർച്ചൊക്കെ ഇപ്പോൾ ഇതിലൊക്കെ 131 ഈ പറഞ്ഞ സംഭവമൊക്കെ നമുക്ക് പിന്നെ ഇത് വരിക. പിന്നെ അതുപോലെ തന്നെ ഇത് 132 നമ്മളുടെ സെർച്ച് വരാം. ഓക്കെ, ഇപ്പോൾ 131 സെർച്ചിൻ്റെയും അതുപോലെ സമൻസിൻ്റെ ഒക്കെ ഇത് വരെ 131 പിന്നെ അതുപോലെ സെർച്ചിൻ്റെ കേസ് 132 അല്ലേ. ഈ ഇതിൽ ഇൻകം ടാക്സിലേക്ക് വരുന്ന സമയത്ത് ഇൻസ്പെക്ഷന് സെപ്പറേറ്റ് കൂടുതൽ റോളൊന്നുമില്ല, ജസ്റ്റ് ഒരു റൂട്ടീൻ ചെക്ക് മാത്രമാണ്. ഇനി ഈ 132 പിന്നെ എങ്ങോട്ടാ പോവാം? നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇൻകം GSTയിൽ പറഞ്ഞ പോലെ ഈ പറഞ്ഞ സെക്ഷൻസ് ഉണ്ടല്ലോ 130, 129 ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ 132 പിന്നെ എങ്ങോട്ടാ പോകുക? അതിൻ്റെ അസസ്മെൻറ്റ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം? അതാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബ്ലോക്ക് അസസ്മെൻറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, 158B. അപ്പോൾ ബ്ലോക്ക് അസസ്മെൻറ്റ് യു ക്യാൻ സീ എവിടെയാണോ 158B എന്നുള്ള സെക്ഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങോട്ടാണ് പോവാം 158B. ഇപ്പോൾ ഈ ഒരു കമ്പാരിസൺ ഇതിൽ കോൺസെപ്ച്വലി ഒരുപാട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതിൽ പിന്നെ അപ്പോൾ ഈ ഒരു ഐഡിയ മനസ്സിലാക്കുക. GSTയിലെ ഇൻസ്പെക്ഷനും അതുപോലെ ഇൻകം ടാക്സ് ഇൻസ്പെക്ഷൻ്റെ ഒരു ഐഡിയ മനസ്സിലാക്കുക. GSTയിൽ സെക്ഷൻ 67 ആൻഡ് 68 അവിടെ ഇൻസ്പെക്ഷൻ സെർച്ച് എന്നുള്ളൊരു വലിയ എന്താ പറയുക ഒരു ഡിഫറൻസിയേഷൻ ഒന്നുമില്ല. ഓക്കെ, പക്ഷേ ഇത് ഈ സംഭവം മനസ്സിലാക്കണം. പ്രിമൈസിൻ്റെ ഉണ്ട്, വെഹിക്കിളിൻ്റെ തന്നെ ഉണ്ട് അല്ലേ. ഇപ്പോൾ 67 130 പോകുള്ളൂ, 68 129 പോകാം. പക്ഷേ സംടൈംസ് 68 130 പോകാമെന്ന് കൂടെ മനസ്സിലാക്കാം. നൗ നമ്മളുടെ ഇൻകം ടാക്സിലേക്ക് വരുന്ന സമയത്ത് ഇൻസ്പെക്ഷന് ചെറിയൊരു റൂട്ടീൻ ചെക്ക് മാത്രമാണ്, അതുകൊണ്ട് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ സെർച്ചിൻ്റെ കേസാണ് അവിടെ ഇൻകം ടാക്സിൽ മെയിനായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ സെർച്ചിൻ്റെ കേസ് അവിടെ 132 എങ്ങനെ സെർച്ച് ചെയ്യണം അതിൻ്റെ പ്രൊസീജിയറൊക്കെ. അതായത് ഈ 67, 68 ഈക്വലൻറ്റ് സെക്ഷനാണ് 132. ഈ അസസ്മെൻറ്റ് 130, 129 ഈക്വലൻറ്റ് സെക്ഷനാണ് 158B. അങ്ങനെ മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ വേറെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഒരു ഇൻസ്പെക്ഷൻ സെർച്ചൊക്കെ ആർക്കാണ് ഓതറൈസ് ചെയ്യാൻ പറ്റുക? ജോയിൻറ്റ് കമ്മീഷണർക്കാണ്. GST പ്രകാരം ഇൻസ്പെക്ഷനോ സെർച്ചോ ഒക്കെ ഓതറൈസ് ചെയ്യാൻ പറ്റുക ജോയിൻറ്റ് കമ്മീഷണർക്കാണ്. പക്ഷേ നമ്മളുടെ ഇൻകം ടാക്സിൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ യു ക്യാൻ സീ ഹിയർ ഇപ്പോൾ നമ്മുടെ അവിടെ സെർച്ചിൻ്റെ കേസിലുണ്ട്. അതുപോലെ ഇൻസ്പെക്ഷൻ്റെ കേസിൽ പിന്നെ സെർച്ചിൻ്റെ കേസിൽ ഓതറൈസിങ് ഓഫീസർ എന്ന് പറയുമ്പോൾ മറ്റാളുടെ ജോയിൻറ്റ് കമ്മീഷണർ ആയാൽ മതി. ഇവിടെ അഡീഷണൽ കമ്മീഷണർ അല്ലേ, ജോയിൻറ്റ് കമ്മീഷണർ, അതായത് മിനിമം ഇവരായിരിക്കണം. അതിന് മുകളിൽ അതായത് ഏകദേശം സെയിം കോൺസെപ്റ്റ് തന്നെ. അതായത് മിനിമം ഇവിടെ ജോയിൻറ്റ് കമ്മീഷണർ ആയിരിക്കണം, അല്ലെ ജോയിൻറ്റ് കമ്മീഷണർ ആയിരിക്കണം. ഇവിടെ തന്നെ പറഞ്ഞത് GSTയിൽ അതേപോലെ ജോയിൻറ്റ് കമ്മീഷണർ ഓർ ഹയർ ഓഫീസർ. അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ അതിൻ്റെ മുകളിലുള്ള ആളുകളാണ് പ്രിൻസിപ്പൽ അല്ലേ, അവരൊക്കെയാണ് ചീഫ് കമ്മീഷണർ. അപ്പോൾ മിനിമം അപ്പോൾ ഒരു ഇൻസ്പെക്ഷനോ സെർച്ചോ GSTയിലായിക്കോട്ടെ ഇൻകം ടാക്സിലായിക്കോട്ടെ ഓർഡർ ചെയ്യാൻ മിനിമം ആരായിരിക്കണം? ജോയിൻറ്റ് കമ്മീഷണർ അല്ലേ, മിനിമം ജോയിൻറ്റ് കമ്മീഷണർ ആയിരിക്കണം. അതിൻ്റെ മുകളിലുള്ള അതോറിറ്റിക്ക് അല്ലെങ്കിൽ മിനിമം ജോയിൻറ്റ് കമ്മീഷണർ മാത്രമേ ഓതറൈസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കറിയാം ഓതറൈസിങ് ഓഫീസറുണ്ട്, ഓതറൈസ്ഡ് ഓഫീസറുണ്ട്. അപ്പോൾ ഓതറൈസിങ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ആരാണോ സെർച്ച് ചെയ്യാൻ അധികാരം കൊടുക്കുന്നത്. അപ്പോൾ അത് GSTയിലും ഇൻകം ടാക്സും സെയിം ആണ്, മിനിമം ജോയിൻറ്റ് കമ്മീഷണർ ആയിരിക്കണം. പിന്നെ അവിടെ കുറേ സംഭവങ്ങളുണ്ട്, ഓതറൈസ്ഡ് ഓഫീസിനെ കുറിച്ച് പഠിക്കാനുണ്ട്, അങ്ങനെ നമുക്ക് GSTയിൽ പഠിക്കാനില്ല. ഓക്കെ, അപ്പോൾ അത് ഒന്ന് ഓർത്തിരിക്കാം. അപ്പോൾ സെർച്ചിൻ്റെ കേസ്, അപ്പോൾ ഈ ഒരു കണക്ഷനും കൂടെ മനസ്സിലാക്കണം. എന്താണ് ഇതിൻ്റെ സെർച്ച് എങ്ങനെ കണ്ടെത്തണം, സെർച്ച് എങ്ങനെ ചെയ്യണം, ഇൻസ്പെക്ഷൻ എങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന സെക്ഷൻസാണ് 67, 68. അതുപോലെ ഇൻകം ടാക്സിലേക്ക് വരുന്ന സമയത്ത് 130 to 131 ഒക്കെ. പക്ഷേ ഇതിൻ്റെയൊക്കെ അസസ്മെൻറ്റ് ചെയ്യുന്ന സെക്ഷൻസാണ് 130, 129 ആൻഡ് 158B.
അല്ലേ? നമുക്ക് ഇതിൽ ജി എസ് ടിയിലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ജി എസ് ടിയിലെ എക്സാംസിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് 129 130 ഒക്കെ. അത് അടുത്ത ചാപ്റ്ററിലാണ് ഇതിലാണ് വരുന്നത്. 129 130 ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, അല്ലേ? സെക്ഷൻ 129. അതിൽ എത്രയാണ് പെനാൽറ്റി കൊടുക്കേണ്ടി വരിക, അല്ലേ? ഓണർ കെയിം ഫോർവേഡ്, ഓണർ ആ സംഭവമാണല്ലോ, അതാണ്. അപ്പോൾ അതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. 130 കോൺഫിസ്കേഷൻ. അപ്പോൾ അതിൻ്റെ റൂട്ട് ഞാൻ കാണിച്ചു തന്നു. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഞാനിപ്പോൾ പറഞ്ഞ പോലെ കണക്ട് ചെയ്ത് പഠിക്കുക. അതുപോലെ ഇൻകം ടാക്സ് എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ സമയത്തിന് ഇത് പഠിക്കാം. അതായത് 158B 130 പറഞ്ഞാൽ ആര് സെർച്ച് ചെയ്യണം, എങ്ങനെ സെർച്ച് ചെയ്യണം, അതൊക്കെയാണ് പറഞ്ഞത്. അത് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അസസ്മെൻറ്റ് എങ്ങനെ ചെയ്യണം, അല്ലേ? ബ്ലോക്ക് അസസ്മെൻ്റ് ആണ്. നമുക്ക് ഒരു ബ്ലോക്ക് ആയിട്ടാണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും. ആ പരിപാടിയാണ് ബ്ലോക്ക് അസസ്മെൻറ്റ്, അല്ലേ? സോ അതാണ് ഇവിടെ പറഞ്ഞ ബ്ലോക്ക് അസസ്മെൻറ്റ്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 129 or 130 ഓഫ് GST. അറിയട്ടെ. അപ്പോൾ അതാണ് അവിടെ പറയാനുള്ളത്. എങ്ങനെയാണ് അതിലെ ബ്ലോക്ക് അസസ്മെൻറ്റിൽ ടോട്ടലിംഗ് കമ്പ്യൂട്ട് ചെയ്യാം, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് 158B പറയുന്നത്. ഓക്കെ, ഫൈൻ. അപ്പോൾ അതൊക്കെ ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല, ബിക്കോസ് നമ്മളുടെ ഉദ്ദേശം അതല്ല. നമ്മുടെ ഉദ്ദേശം ഈ പറഞ്ഞ എങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി അപ്പോൾ അത് ഫൈൻ. ഇനി അടുത്തത് നമുക്ക് അപ്പോൾ ഏത് കണ്ട് നമ്മൾ ഇൻസ്പെക്ഷൻ സെർച്ച്, അല്ലേ? സീജർ, പിന്നെ നമ്മളുടെ എന്താ പറയുക, ഇത് ഞാൻ കൊടുത്തിട്ടുണ്ടോ എവിടെയൊന്നും, ഐ ഹാവ് ഗിവൺ ഹിയർ സംവെയർ. പവർ ടു സമൻസ് സെക്ഷൻ 70 ആണോ? GSTയിൽ സമൻസാണ് വിളിപ്പിക്കുക, 70 ആണ്. ഇൻകം ടാക്സിൽ 131 ആണോ? സമൻസിൻ്റെ സെക്ഷൻ 131 ആണ്. അത് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. സമൻസ് GSTയിൽ 70 ആണ്, ഇൻകം ടാക്സിൽ 131 ആണ്. ഓക്കെ, അതും ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് 70 and 131. ഓക്കെ, യെസ്. അപ്പോൾ അതും ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കാം. ഇനി നെക്സ്റ്റ് വൺ എന്താണെന്ന് ചോദിച്ചാൽ പെനാൽറ്റി. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് പ്രൊവിഷണലി കണക്ട് ചെയ്യാൻ പറ്റില്ല. യു ക്യാൻ ജസ്റ്റ് റീഡ് ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അതായത് രണ്ടിലും പെനാൽറ്റി ഉണ്ട്. ഇവിടെ നമുക്ക് 122 കുറേ പെനാൽറ്റി ഉണ്ട്, അവിടെ 270 എന്നൊക്കെ പറഞ്ഞ് കുറേ പെനാൽറ്റീസ് ഉണ്ട്. പെനാൽറ്റി സെക്ഷൻസിൻ്റെ ഒരു റേഞ്ച് മനസ്സിലാക്കാം. ഇവിടെ GSTയിൽ ഏതൊക്കെയാണ് പെനാൽറ്റി സെക്ഷൻസ്, ഇൻകം ടാക്സിലെ പെനാൽറ്റി സെക്ഷൻ റേഞ്ച് ഏതൊക്കെയാണ്, ആ റേഞ്ച് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ കമ്പയർ ചെയ്തിട്ട് പഠിക്കാനൊന്നുമില്ല. ഒരു രീതിയിലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവിടെ പെനാൽറ്റി സെക്ഷൻ്റെ റേഞ്ച് ഇവിടെ ഏതാണ്, അവിടെ ഏതാണ്, ആ ഒരു കമ്പാരിസൺ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുമിച്ച് പഠിക്കാം. പക്ഷേ എന്താണ് പറയുക, ഒരു കമ്പാരിസൺ ആക്ച്വലി അവിടെ നമുക്ക് ചെയ്യാൻ വല്ലാതെ കഴിയില്ല. പിന്നെ നമുക്ക് ഡിമാൻഡ് സെക്ഷൻ ഉണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഇപ്പോൾ ഈ GST ആയിക്കോട്ടെ, ഇൻകം ടാക്സ് ആയിക്കോട്ടെ, ഫസ്റ്റ് എന്ത് ചെയ്യും, അവർ അസസ്മെൻറ്റ് ചെയ്യും, അല്ലേ? അസസ്മെൻറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ നമ്മൾ ഇപ്പോൾ ഇതിപ്പോൾ GST ആണ്, ഇത് ഇൻകം ടാക്സ് ആണ്. ആദ്യം അസസ്മെൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഓഡിറ്റിംഗ് ചെയ്യും, അല്ലേ? അസസ്മെൻറ്റ്, ഓഡിറ്റിംഗ്, അല്ലെങ്കിൽ സെർച്ച് ചെയ്യും, അല്ലേ? സെർച്ച് ചെയ്യും. എന്നിട്ട് അവരെന്താണെന്ന് വെച്ചാൽ അസസ്മെൻറ്റ് ഓർഡർ പാസ്സാക്കും. ഇപ്പോൾ ഇൻകം ടാക്സ് ആണെങ്കിൽ 143 ആയിരിക്കാം, അല്ലെങ്കിൽ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് 144 ആയിരിക്കാം, ഇൻകം എസ്കേപ്പിംഗ് 147 ആയിരിക്കാം. അങ്ങനെ പല ഓർഡേഴ്സ്, അല്ലെങ്കിൽ നമ്മളുടെ സെർച്ചിൻ്റെ കേസിലാണെങ്കിൽ 158B ആയിരിക്കാം, ബ്ലോക്ക് അസസ്മെൻറ്റ് ഓർഡർ ആയിരിക്കാം. അപ്പം അങ്ങനെ പല രീതിയിലുള്ള ഓർഡർ പാസ്സാക്കും. ഇപ്പോൾ GSTയിലാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ എന്താ പറയുക, സ്ക്രൂട്ടിനി, അല്ലേ? 61 ആയിരിക്കാം, അല്ലെങ്കിൽ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് 62 63 ആയിരിക്കാം, അല്ലെങ്കിൽ സമ്മറി അസസ്മെൻറ്റ് 64 ആയിരിക്കാം. അങ്ങനത്തെ എന്താണ് പറയുക കേസുകൾ, അല്ലെങ്കിൽ ഓഡിറ്റിംഗ് ആയിരിക്കും 65 66 ഓഡിറ്റിംഗ് ആയിരിക്കാം, അല്ലേ? അങ്ങനത്തെ കേസുകൾ. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെർച്ചിൻ്റെ കേസിലൊക്കെ 129, അല്ലേ? 129 130 ആയിരിക്കാം, അല്ലേ? അപ്പോൾ അങ്ങനത്തെ എന്താ പറയുക, ഇതൊക്കെ ഫസ്റ്റ് അവർ ചെയ്യും. ഈ അസസ്മെൻ്റൊക്കെ അവർ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യും. അതിൽ നമുക്ക് കൊടുക്കേണ്ട ഒരു ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നിട്ട് അടുത്ത കേസിൽ എന്താണെന്ന് വെച്ചാൽ ദേ വിൽ ഇഷ്യൂ എ ഡിമാൻഡ് നോട്ടീസ്. ഇപ്പോൾ ഇൻകം ടാക്സിൽ ഡിമാൻഡ് നോട്ടീസ് സെക്ഷൻ 156 ഡിമാൻഡ് നോട്ടീസ്. ഓക്കെ, 156 ഡിമാൻഡ് നോട്ടീസ്. ഇവിടെ നമുക്ക് 74A ആണ് ഡിമാൻഡ് നോട്ടീസ്, 74A ഡിമാൻഡ്, അല്ലേ? അപ്പോൾ നമ്മളുടെ ഇപ്പോൾ ഇൻകം ടാക്സിലേക്ക് വരികയാണെങ്കിൽ യു ക്യാൻ സീ ദ ഡിമാൻഡ് നോട്ടീസ് അണ്ടർ 156. എഴുതുന്നത് അസസ്മെൻറ്റ് എടുക്കേണ്ടി വരില്ലേ, അഡ്വാൻസ് റൂളിങ്ങിലെല്ലാം വേർ ഇസ് ഇറ്റ് സംവെയർ ഐ ഗിവൺ, ശരി, എവിടെയാണ് തിരയേണ്ടി വരും. ഓക്കെ, ഏതായാലും 156 ആണ്, ഒന്ന് ഓർത്തിരിക്കുക, അതെവിടെയാണെന്ന് തിരഞ്ഞു നോക്കേണ്ടി വരും. ഓക്കെ, സോ വേർ ഇസ് ഇറ്റ്, ഓക്കെ, നമുക്ക് 156 എവിടെയാണ്, അപ്പീലാണല്ലേ. ഓക്കെ, ഇവിടെ ഒന്നുമില്ല.
അസസ്മെൻറ്റ് ചാപ്റ്ററിലാണ് ഉണ്ടാവുക. അസസ്മെൻറ്റ് ചാപ്റ്ററിൽ യു ക്യാൻ സീ ഇവിടെ കുഴപ്പമില്ല. ഏതായാലും 156 നമ്മളുടെ എന്ത് ഇഷ്യൂ ചെയ്യാന്ന് വെച്ചാൽ പിന്നെ അവിടെ ഉണ്ട് ഡിമാൻഡ് നോട്ടീസ് 156. അപ്പോൾ ഡിമാൻഡ് നോട്ടീസ് എന്ത് ചെയ്യും, അവർ ഇഷ്യൂ ചെയ്യും. എന്നിട്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ പറഞ്ഞ ടാക്സൊക്കെ അവർ ഡിമാൻഡ് ചെയ്യാം, ടാക്സ് പിടിക്കാം. എന്നിട്ടും ചെയ്തില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പാണ് റിക്കവറി, അല്ലേ? റിക്കവറി അത് നമ്മൾ GSTയിലും നമുക്ക് അങ്ങനെ ചെയ്യാം. റിക്കവറി നമ്മൾ 78, 79 പ്രകാരം റിക്കവറി ചെയ്യും. അത് അടുത്ത സ്റ്റെപ്പാണ്. ഇവിടെ നമ്മൾ 156 അയച്ചിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് റിക്കവറിയാണ്. അപ്പോൾ പിന്നെ എന്താ പറയുക, ഡിമാൻഡിൻ്റെ കേസിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം മനസ്സിലാക്കാം. നമ്മുടെ അസസ്മെൻറ്റ് ഓഡിറ്റോ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ടാക്സൊക്കെ ഡിമാൻഡ് ചെയ്യണമെങ്കിൽ അടുത്ത നോട്ടീസാണ്, ഡിമാൻഡ് നോട്ടീസാണ് 156. ഇവിടെ 74 നമ്മൾ DRC 01 അതാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. ഡിമാൻഡ് നോട്ടീസിൻ്റെ എന്താണ് പറയുക, കോൺസെപ്റ്റ് കമ്പയർ ചെയ്യാം. ഓക്കെ, അല്ലാതെ വേറൊന്നും അവിടെ കമ്പയർ ചെയ്യാമല്ല. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് അപ്പീൽ ചാപ്റ്റർ. അപ്പീൽ ചാപ്റ്ററിൻ്റെ കേസിൽ വി ക്യാൻ സി, അല്ലേ? അപ്പീൽ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ വട്ട് യു ക്യാൻ സി ഈസ് ദാറ്റ് നമ്മളുടെ അപ്പീൽ ചാപ്റ്റർ 107 ഒക്കെ ഉണ്ടല്ലോ. GSTയിൽ 107 സെക്ഷൻ എഴുതുന്നു. ഇത് ഡിമാൻഡ് സെക്ഷനാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പീൽ ചാപ്റ്റർ. ഓക്കെ, അപ്പീൽ. അപ്പോൾ ഞാനിവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഫസ്റ്റത്തെ നമുക്ക് 107, അല്ലേ? നമ്മളുടെ അപ്പീലറ്റ് അതോറിറ്റി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു കമ്പാരിസൺ, നിർബന്ധമായിട്ട് അപ്പീൽ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾ GST ഇൻകം ടാക്സ് ഒരുമിച്ച് പഠിക്കണം. ഇപ്പോൾ ഇൻകം ടാക്സിലാണ് CIT അപ്പീലാണ് ഫസ്റ്റ് 240A, പിന്നെ ITIT നമ്മൾ 253, പിന്നെ ഹൈക്കോർട്ട് 260A ആൻഡ് സുപ്രീം കോടതി 261. ഇങ്ങനെയാണ് പോവുക. പക്ഷേ ഇവിടെ നമ്മൾ എന്താ പറയുക, ഫസ്റ്റ് നമ്മൾ അപ്പീലറ്റ് അതോറിറ്റിയാണ്. പിന്നെ തൊട്ട് താഴെ വരുന്ന സമയത്ത് യു ക്യാൻ സി അപ്പീലറ്റ് ട്രിബ്യൂണൽ, അല്ലേ? ഓക്കെ, ആയിരുന്നു അപ്പീലറ്റ്. അതിന് മുമ്പ് നമ്മൾ റിവിഷൻ അതോറിറ്റി ഉണ്ട്, 108 ഉണ്ട്. പിന്നെ നമ്മൾ അപ്പീലറ്റ് ട്രിബ്യൂണൽ ഉണ്ട്, നമ്മൾ 112. ഓക്കെ, അപ്പോൾ ഈ ഒരു എന്താണ് പറയുക, ഒരു കമ്പാരിസൺ പറഞ്ഞുതരാം. ലിസൺ. അപ്പോൾ ഇവിടെ നമ്മൾ 107 ഉണ്ട്, പിന്നെ ഇവിടെ 112 ഉണ്ട്, അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പോവുക അപ്പീലറ്റ് അതോറിറ്റിയിലേക്കാണ്. പിന്നെ നമ്മൾ പോവുക 112ലേക്കാണ്. 112 അതായത് അപ്പീലറ്റ് ട്രിബ്യൂണൽ. പക്ഷെ നമ്മൾ ഇൻകം ടാക്സ് പോലെയല്ല. അപ്പീലറ്റ് ട്രിബ്യൂണൽ ഇവിടെ 2 ബെഞ്ചുണ്ട്, പ്രിൻസിപ്പൽ ബെഞ്ചുണ്ട്, സ്റ്റേറ്റ് ബെഞ്ചുണ്ട്. പ്രിൻസിപ്പൽ ബെഞ്ചിന് അഗെയിൻസ്റ്റ് ആണ് നമ്മൾ അങ്ങോട്ട് പോകും, സുപ്രീം കോർട്ടിലേക്കും. ദെൻ സ്റ്റേറ്റ് ബെഞ്ചിന് അഗെയിൻസ്റ്റ് ഹൈക്കോർട്ട് അല്ലെങ്കിൽ ഹൈക്കോർട്ടിലേക്കും ദെൻ സുപ്രീം കോർട്ടിലേക്കും. ഇനി അപ്പോൾ ഈ ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കമ്പയർ ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഐ ഡിസ്കസ് ദാറ്റ്. ഓക്കെ, ഡോണ്ട് വറി. ഇനി വേറെ കാര്യം കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കാം. നമ്മളൊരു ആദ്യം എന്താ ചെയ്യാം, ഇൻകം ടാക്സിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു അസസിങ് ഓഫീസർ ഓർഡർ പാസ്സാക്കും. ഇപ്പോൾ GSTയിലാണെങ്കിൽ പ്രോപ്പർ ഓഫീസർ ഓർഡർ പാസ്സാക്കും. അതെന്ത് ഓർഡർ ആയിക്കോട്ടെ, 143 143 144 147 അല്ലെങ്കിൽ ഇൻകം ടാക്സിൽ GSTയിലാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി 60 61 62 63 64 65 എന്തായിക്കോട്ടെ. അപ്പോൾ ഈ ഓർഡർ 2 രീതിയിലാണ് അവർ നമുക്ക് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പീലിന് പോവാം. ഇവിടെ അങ്ങനെ തന്നെയാണ്. GSTയിൽ നമുക്ക് ഒന്നുകിൽ അപ്പീലിന് പോവാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്താ വെച്ചാൽ, ഈ ഹയർ അതോറിറ്റിക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഈ അസസിങ് ഓഫീസർ അല്ലെങ്കിൽ പ്രോപ്പർ ഓഫീസർ പാസ്സാക്കിയ ഓർഡർ റിവൈസ് ചെയ്യാം. റിവിഷൻ. ഇൻകം ടാക്സിൽ 2 സെക്ഷനുണ്ട് റിവിഷൻ. 263 ഉണ്ട്, 264 ഉണ്ട്. ഞാൻ കാണിച്ചുതരാം. പക്ഷേ GSTയിലേക്ക് വരുന്ന സമയത്ത് റിവിഷൻ എന്ന് പറയുമ്പോൾ 108 ആണ്, 108 ആണ്. അപ്പോൾ കോൺസെപ്ഷ്യലി സെയിം ആണ്. ഇവിടെ അസസിങ് ഓഫീസർ ഓർഡർ പാസ്സാക്കും, ദെൻ അപ്പീലിന് പോകും, അല്ലെങ്കിൽ റിവിഷൻ എടുക്കും. അപ്പീലിന് നമുക്ക് അപ്പീലിന് പോകാൻ പറ്റും, ഇല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ GSTയിൽ പ്രോപ്പർ ഓഫീസർ പാസ്സാക്കിയ ഓർഡറിന് അഗെയിൻസ്റ്റ് അപ്പീലിന് പോകാം, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, അവർ റിവൈസ് ചെയ്യും, അല്ലേ? അവർക്ക് വേണമെങ്കിൽ റിവൈസ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ സെക്ഷൻസ് എന്താണ് ഓർത്തിരിക്കുക. അപ്പോൾ ലിസൺ, ഇവിടെ അപ്പീൽ പോകുന്ന സെക്ഷൻ ഇൻകം ടാക്സ് 246A ആണ്. അതാണ് CIT അപ്പീൽ. നമ്മളുടെ ഇവിടെ എന്താണ് നമ്മൾ GSTയിൽ അപ്പീലിന് പോകണമെങ്കിൽ 107 ആണ്. ദാറ്റ് ഈസ് ഏതാണ്, അപ്പീലറ്റ് അതോറിറ്റി, അല്ലേ? ഇതാണ് നമ്മൾ ഫസ്റ്റ് കമ്പയർ ചെയ്യേണ്ട സംഭവം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ഈ 246A നമുക്ക് കമ്പയർ ചെയ്യാം വിത്ത് 107. ഓക്കെ, ലെറ്റ്സ് സീ. ഇപ്പോൾ 107 ആണ് ഈ സംഭവം. നമുക്ക് 246A എടുക്കാം. ഇൻകം ടാക്സിൽ അപ്പീൽ എടുക്കാം. അപ്പീൽ എവിടെ, അല്ലേ? ദിസ് ഇസ് അപ്പീൽ ചാപ്റ്റർ. അപ്പോൾ അപ്പീലിൽ നമുക്ക് 246A എടുക്കാം. അപ്പോൾ നമ്മൾ അപ്പീലറ്റ് അതോറിറ്റിയിലേക്ക് നമ്മൾ പോവാം. എന്താണ് ആര് പാസ്സാക്കിയ ഓർഡറിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ CIT അപ്പീൽ അല്ലെങ്കിൽ ജോയിൻറ്റ് കമ്മീഷൻ അപ്പീൽ.
അത് നമ്മൾ ജി എസ് അതും മനസ്സിലാക്കണ്ടോ, സോറി, അത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഇതിൽ കമ്പയർ നിൽക്കുകയാണ്, ഒരുപാട് കമ്പയർ ചെയ്യാണ്ട്, അങ്ങനെ കണക്ട് ചെയ്ത് പോകേണ്ടി വരും. നമ്മളുടെ എന്താ അപ്പീൽ എന്ന് വെച്ചാൽ ഹയർ അതോറിറ്റിയിലേക്ക് പോകുന്നതാണ് അപ്പീൽ, അല്ലേ? അപ്പോൾ നമ്മൾ ചോദിക്കട്ടെ, അപ്പോൾ പ്രോപ്പർ ഓഫീസർ പാസ്സാക്കിയ ഓർഡറിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഹയർ അതോറിറ്റിയിലേക്ക് പോകും. ആരാണ് ഈ പ്രോപ്പർ ഓഫീസർ? ഹൂ ഈസ് എ പ്രോപ്പർ ഓഫീസർ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ പ്രോപ്പർ ഓഫീസർ മേ ബി നമ്മളുടെ AC/DC അല്ലെങ്കിൽ സൂപ്പറിൻറ്റൻ്റൊക്കെ ആവാം, അസിസ്റ്റൻറ്റ് കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ ആവാം, അല്ലെങ്കിൽ അഡീഷണൽ കമ്മീഷണർ, ജോയിൻറ്റ് കമ്മീഷണർ ആവാം. AC/DCൻ്റെ മുകൾ, അപ്പോൾ AC/DC ആണ് നമുക്ക് ഓർഡർ പാസ്സാക്കിയതെങ്കിൽ അതിൻ്റെ മുകളിൽ അതോറിറ്റി ആരാണ്? AC/JC ആണ്, അതായത് ഇവർ. ഇനി ഇവരാണ് പ്രോപ്പർ ഓഫീസർ എങ്കിൽ, AC/JC ആണ് പ്രോപ്പർ ഓഫീസർ എങ്കിൽ അതിൻ്റെ മുകളിലുള്ള ആളാരാണ്? കമ്മീഷണർ. ഇത് GSTയിലും ഇൻകം ടാക്സിലും രണ്ടിലും ഇങ്ങനെയാണ്. അതായത് നമ്മളുടെ അപ്പലറ്റ് അതോറിറ്റി എന്ന് പറയുമ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ ഹൂ ഈസ് ദ പ്രോപ്പർ ഓഫീസർ ഓർ ഹൂ ഈസ് ദ അസിംഗ് ഓഫീസർ. അപ്പോൾ നമ്മളുടെ പ്രോപ്പർ ഓഫീസർ അല്ലെങ്കിൽ അസിംഗ് ഓഫീസർ AC/DC, അതായത് അസിസ്റ്റൻറ്റ് കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ, സൂപ്രണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ അപ്പീലിന് പോവാം. നമ്മൾ എന്താണ് പറയുക, അഡീഷണൽ കമ്മീഷണർ, ജോയിൻറ്റ് കമ്മീഷണർ അപ്പീലിന് പോവാം. ഇവിടെയാണെങ്കിൽ നമ്മൾ കമ്മീഷൻ അപ്പീലിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ പിന്നെ അത് മനസ്സിലാക്കുക. അത് ഇൻകം ടാക്സും GSTയിലും ഒരേപോലെയാണ്. ഇപ്പോൾ ഞാനിവിടെ എന്താ പറയുക, ഇവിടെ കൊടുത്തിട്ടുണ്ട്, യു ക്യാൻ സി ഹൂ ഈസ് അപ്പലറ്റ് അതോറിറ്റി എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് അപ്പലറ്റ് അതോറിറ്റി? അപ്പോൾ നമ്മൾ അഡീഷണൽ കമ്മീഷൻ, ജോയിൻറ്റ് കമ്മീഷണർ അടുത്ത് പോവാം. DCSൻ്റെ അടുത്താണെങ്കിൽ നമ്മളുടെ പിന്നെന്താ പറയുക, JCൻ്റെ അടുത്താണ് പോവാം, അല്ലേ? അപ്പോൾ JC അപ്പീലാണ് പോവുക. അപ്പോൾ അതാണ് ഞാൻ ഇവിടെയും കൊടുത്തുള്ളത്, JC അപ്പീൽ അല്ലെങ്കിൽ CIT അപ്പീൽ. അതെപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ കമ്പയർ ചെയ്യാൻ രണ്ടും ഒരേപോലെയാണ്. പിന്നെ ഏതൊക്കെ കേസിൽ അപ്പീലിന് പോകാം? കുറേ കേസുകൾക്ക് അപ്പീലിന് പോകാം. അത് നമ്മൾ JCൻ്റെ അടുത്ത് എപ്പോൾ അപ്പീലിന് പോകും, CITയിലേക്ക് എപ്പോൾ അപ്പീലിന് പോകും. അത് കുറച്ച് വൈഡായിട്ട് ഇൻകം ടാക്സിലുണ്ട്, അത്രത്തോളം GSTയിലില്ലെന്ന് മാത്രം. ഓക്കെ, ഇനി പിന്നെ എന്താണ് പറയുക, അതൊക്കെ പിന്നെ നമ്മളുടെ ഫോം ആൻഡ് ഫീ ഫോർ അപ്പീൽ, അല്ലേ? ഇപ്പോൾ നമ്മൾ അപ്പീലിൻ്റെ ഫോം 35 ആണ്. നമ്മൾ CIT അപ്പീലിൽ പോകുന്ന സമയത്ത് ഫോം 35 ആണ്. നമ്മൾ GSTയിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ APL 01 ആണ്. എവിടെയാണ്? യു ക്യാൻ സി APL 01. നമ്മൾ പോകണം APL 01, ഡിപ്പാർട്ട്മെൻറ്റ് പോകണം APL 03 ആണ്. ഓക്കെ, ഇനി വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ടൈം ലിമിറ്റ് ഫോർ അപ്പീൽ, അല്ലേ? അപ്പീൽ പോകണമെങ്കിൽ നമ്മളുടെ പിന്നെ എന്താ പറയുക, വിതിൻ 30 days ആണ് നമ്മൾ അപ്പീലിന് പോകേണ്ടത്. ഓക്കെ, 30 days ആണ് നമ്മൾ അപ്പീലിന് പോകേണ്ടത്. GSTയിലാണെങ്കിൽ നമ്മൾ 3 months ഉണ്ട്, ഇൻകം ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ 6 months നമുക്ക് ടൈം ഉണ്ട്, അല്ലേ? അപ്പോൾ അത് ഒരു കമ്പാരിസൺ നമുക്ക് പഠിക്കാം. പിന്നെ അതുപോലെ തന്നെ പ്രൊസീജിയറൊക്കെയാണ്, അത് അത്ര നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ അവർക്ക് എന്തൊക്കെ പവർ എന്ന് വെച്ചാൽ ദേ ക്യാൻ കൺഫേം, റെഡ്യൂസ്, എൻഹാൻസ് ഓർ ആനുവൽ ദ അസസ്മെൻറ്റ്. പക്ഷേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എവിടെയായിരുന്നു അല്ലേ, ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് ദേ മേ സെറ്റ് അസൈഡ് അസസ്മെൻറ്റ് ആൻഡ് ഓക്കെ ഫൈൻ. അപ്പോൾ സെറ്റ് അസൈഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്. പക്ഷേ ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ നമ്മളുടെ GSTയിലേക്ക് വരികയാണെങ്കിൽ കൺഫേം, മോഡിഫൈ, ആനുവൽ മാത്രമേ ഉള്ളൂ. അവർക്ക് സെറ്റ് അസൈഡ് ചെയ്യാനുള്ള അധികാരമില്ല. അത് അടുത്ത അതോറിറ്റിക്ക് മാത്രമേ ഉള്ളൂ, നമ്മുടെ IT അപ്പലറ്റ് ട്രിബ്യൂണലിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻകം ടാക്സിൽ CIT അപ്പീൽക്കൊക്കെ അതിൻ്റെ അധികാരമുണ്ട്. ഓക്കെ ഫൈൻ. പിന്നെ എന്താണ് കമ്പയർ ചെയ്യാൻ പറ്റുക? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന സംഭവം. പിന്നെ GSTയിൽ നിങ്ങൾ അപ്പീൽ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുക ഇതാണ്, മാൻഡേറ്ററി പീരീഡ് ഡെപ്പോസിറ്റ്. പിന്നെ അവിടെ അമെൻമെൻ്റ് ഒക്കെ ഉണ്ട്, ഞാൻ അത് അമെൻമെൻറ്റ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മിക്കവാറും അമെൻമെൻറ്റ് വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലുണ്ട്, അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, സോ അപ്പോൾ അത് ഞാൻ ഓൾറെഡി പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നില്ല. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പഠീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്തത് ആരാണ് അപ്പലറ്റ് അതോറിറ്റി അല്ലെങ്കിൽ CIT അപ്പീൽ, ജോയിൻറ്റ് കമ്മീഷൻ അപ്പീൽ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ആരാണ് പ്രോപ്പർ ഓഫീസർ, അതിനെ ഡിപ്പെൻഡ് ആയിരിക്കും ആരാണ് അപ്പലറ്റ് അതോറിറ്റി, അല്ലേ? അപ്പോൾ AC/JC ആണെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകും, പിന്നെ കമ്മീഷനടുത്ത് പോകും. AC/DC ആണെങ്കിൽ മിനിമം ജോയിൻറ്റ് കമ്മീഷൻ, JC അപ്പീലിനടുത്താണ് പോകാം. ഓക്കെ, അപ്പോൾ അത് അത് കമ്പയർ ചെയ്തു. രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ടും ഒരേ സംഭവമാണ്. പിന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ വൺ പീസ് നമ്മൾ കമ്പയർ ചെയ്തത് 107 ആണ്, ദാറ്റ് മീൻസ് 240 നമ്മൾ കമ്പയർ ചെയ്തു. ഇനി മറ്റൊരു കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞു, റിവിഷൻ. നമ്മൾ ഒരു അസിംഗ് ഓഫീസർ, പ്രോപ്പർ ഓഫീസർ പാസ്സാക്കിയ ഓർഡർ ഹയർ അതോറിറ്റിയിലേക്ക് അപ്പീലിന് പോകേണ്ട പകരം ഹയർ അതോറിറ്റിക്ക് എന്ത് ചെയ്യാം, അത് റിവൈസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അത് ഇൻകം ടാക്സ് 260 to 264 ആണ്, GSTയിലാണെങ്കിൽ 108 ആണ്. അപ്പോൾ നമുക്ക് പിന്നെ GST ആദ്യം നോക്കാം, നമുക്ക് 108 നോക്കാം. 108 if you take but is revisionary proceedings, അല്ലേ? റിവിഷൻ ആരാ റിവൈസ് ചെയ്യുക? ഹയർ അതോറിറ്റി, ലോവർ അതോറിറ്റി പാസ്സാക്കിയ ഓർഡർ റിവൈസ് ചെയ്യും. അപ്പോൾ
ആരാണ് ഈ ഹയർ അതോറിറ്റി ഡിപ്പെൻഡ് നേരത്തെ പറഞ്ഞ അതേ സംഭവം ACGSC ആണെങ്കിൽ പ്രിൻസിപ്പൽ കമ്മീഷണർ അതല്ല DCSC ആണെങ്കിൽ അഡീഷണൽ ഒരു ജോയിൻറ്റ് കമ്മീഷണർക്കാണ് അത് റിവൈസ് ചെയ്യാൻ പറ്റുക. ഇനി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ റിവിഷണൽ അതോറിറ്റി എപ്പോൾ ഇത് ചെയ്യാൻ പാടില്ല, നമ്മൾ ടൈം ലിമിറ്റ് ഉണ്ട് 107 അപ്പോൾ ഞാൻ പറഞ്ഞില്ല ലിസൺ ശ്രദ്ധിക്കട്ടോ. ഇപ്പോൾ നമ്മളൊരു പ്രോപ്പർ ഓഫീസർ ഓർഡർ പാസ്സാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന് അഗെയിൻസ്റ്റ് അപ്പീലിന് പോകാൻ സമയമുണ്ട്. 3 മാസം സമയമില്ലേ? 3 മാസം സമയമുണ്ട്. ഈ 3 മാസം സമയം എന്ത് ചെയ്യാൻ പാടില്ല, അവർ റിവിഷനെ കുറിച്ച് ചിന്തിക്കാനേ പാടില്ല. 3 മാസം കഴിഞ്ഞിട്ട് മാത്രമേ നമ്മളൊരു അപ്പീലിന് പോയില്ല എന്ന് കണ്ടാൽ മാത്രമേ അവർക്ക് റിവിഷൻ ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല 3 വർഷം കഴിഞ്ഞിട്ടും പറ്റില്ല, 3 years ലേറ്ററും പറ്റൂല. അപ്പോൾ ഈ ഒരു സമയത്താണ് പറ്റുക. 3 മാസത്തിന് ശേഷം 3 വർഷത്തിന് മുമ്പും അപ്പോഴാണ് റിവൈസ് ചെയ്യാൻ പറ്റുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. റിവിഷണറി പ്രൊസീഡിങ്സ്. ഇനി നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇൻകം ടാക്സിലേക്ക് വരുന്ന സമയത്ത് യു ക്യാൻ സീ ദാറ്റ് റിവിഷണറി പ്രൊസീഡിങ്സ് അണ്ടർ 263, 264 അറിയുന്നത് 263, 264 അവിടെ മക്കളെ. ഓക്കെ, ഇതാണ് 260 റിവിഷൻ ഓഫ് ഓർഡർ 263 and 264 ഉണ്ട്. അപ്പോൾ 263 നമ്മളുടെ എന്താ പറയുക, ദറ്റ് ഓർഡർ പാസ്ഡ് ബൈ TPO ഓർ 90 എറണേഴ്സ് ഇൻ സോ ഫാർ ആസ് പ്രിജുഡീഷ്യൽ ഇൻട്രസ്റ്റ് ഓഫ് റവന്യൂ. അതായത് 263ൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 263 നമ്മളുടെ എന്താ പറയുക ഡിപ്പാർട്ട്മെൻറ്റിന് വേണമെങ്കിൽ അവർ സ്വന്തം റിവൈസ് ചെയ്യുന്നതാണ് 263. 264 വേണമെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്വന്തമായിട്ട് റിവൈസ് ചെയ്യാം, അല്ലെങ്കിൽ അപ്ലിക്കേഷൻ കൊടുക്കാം. നമുക്ക് രണ്ടും ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. പിന്നെ 263, 264 ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്താണ് പറയുക, ഓക്കെ, റിവിഷൻ ഓർഡർ മസ്റ്റ് ബി പാസ് വിത്തിൻ 2 years ഫ്രം ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് ഓർഡർ സോട്ട് ടു ബി റിവൈസ്ഡ് അല്ലേ? അപ്പോൾ അതും മനസ്സിലാക്കുക. ഇത് ആണെങ്കിൽ വിത്തിൻ 1 year ഫ്രം ദ സോട്ട് ടു ബി റിവൈസ്ഡ് അല്ലേ? പിന്നെ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ വഴിയാണ് 1 year. അപ്പോൾ അത്ര സമയം കൊണ്ട് എന്ത് ചെയ്യണം, റിവിഷൻ തീർക്കണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ സംഭവം. ഓക്കെ, അപ്പോൾ റിവിഷൻ്റെ കേസിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്നത് 108 വിത്ത് യു ക്യാൻ കമ്പയർ വിത്ത് 263, 264. 263 എന്ന് പറഞ്ഞാൽ 108ൻ്റെ അതേപോലെയാണ്, ഡിപ്പാർട്ട്മെൻറ്റാണ് റിവൈസ് ചെയ്യുക. അതായത് ഹയർ അതോറിറ്റി റിവൈസ് ചെയ്യും, അവരുടെ സ്യൂമോട്ടോ അവർ തോന്നുന്നത് റിവൈസ് ചെയ്യും. പക്ഷേ 264 എന്താണെന്ന് വെച്ചാൽ ഇൻകം ടാക്സിൽ നമുക്ക് വേണമെങ്കിൽ അപ്ലിക്കേഷൻ കൊടുക്കാം. അതായത് ഞങ്ങളിത് റിവൈസ് ചെയ്യുന്നുണ്ട്, നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം. അതാണ് 264. സോ ദാറ്റ് ഈസ് അനദർ കമ്പാരിസൺ യു ക്യാൻ ഡു വിത്ത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് അടുത്ത് കമ്പയർ ചെയ്യാൻ പറ്റുക, അപ്പീലിൻ്റെ കേസിൽ കമ്പയർ ചെയ്യാൻ പറ്റുക അടുത്ത ലെവൽ അതോറിറ്റിയാണ്. അതായത് ഇപ്പോൾ നമ്മൾ കണ്ടത് ഏതായിരുന്നു, വിച്ച് വൺ, CIT അപ്പീൽ വിത്ത് അപ്പലേറ്റ് അതോറിറ്റി അല്ലേ? അതായത് 240C വിത്ത് 107. അല്ലെങ്കിൽ നമുക്ക് അതേസമയം കമ്പയർ ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ റിവിഷണൽ അതോറിറ്റി അല്ലേ, 108 വിത്ത് 263, 264. Now listen, അടുത്തത് 250 ആണ്, IT-AT ആണ്. IT-ATൻ്റെ ഇവിടെ ഏതാണ് 112 ആണ്, 112 നമുക്ക് കമ്പയർ ചെയ്യാം അല്ലേ? അപ്പോൾ അത് നമുക്ക് ഇൻകം ടാക്സിൻ്റെ IT-AT നോക്കാം. ഇൻകം ടാക്സിലെ ട്രിബ്യൂണൽ IT-AT. അപ്പോൾ IT-ATൻ്റെ കേസിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഓക്കെ എവിടെയായിരുന്നു, അപ്പലറ്റ് ട്രിബ്യൂണൽ അല്ലേ, 253 മുതലാണ്, 250 മുതലാണ്. പക്ഷേ സെക്ഷൻ നോക്കുകയാണെങ്കിൽ 253 വരിക. പിന്നെ അതിൽ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് പറഞ്ഞത്. പിന്നെ ഇത് ബെഞ്ച് എന്ന് വെച്ചാൽ IT-AT എന്താണ് നോർമൽ 2 members ഉണ്ടാവുക, ഒരു ജുഡീഷ്യലും ഒരു അക്കൗണ്ടൻ്റ് ഉണ്ടാവും. പിന്നെ സിംഗിൾ മെമ്പർ ബെഞ്ച് ഉണ്ടാവും 50 lakhൻ്റെ താഴെയാണെങ്കിൽ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റും, കാണിച്ചു തരാം. പിന്നെ ഡിസിഷൻ മെജോറിറ്റിയാണ് ചെയ്യാം. ഓക്കെ, ഈക്വൽ ഡിഫറൻസ് അത് എന്ത് ചെയ്യും, അനദർ മെമ്പർക്ക് അവർക്ക് റെഫർ ചെയ്യും. അതൊക്കെ ഏകദേശം സെയിം ആണ് നമ്മളെ ഇവിടെ. പിന്നെ മെമ്മോറണ്ടം ഓഫ് ക്രോസ് ഒബ്ജക്ഷൻ ഉണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ അപ്പീൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഓപ്പോസിറ്റ് പാർട്ടിയാണോ ആരാണോ അവർക്ക് എന്ത് ചെയ്യും, ട്രിബ്യൂണൽ ഒരു നോട്ടീസ് അയക്കും, ഇവരൊരു അപ്പീൽ ഫയൽ ചെയ്ത് നിങ്ങൾക്ക് വല്ലതും പറയണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പുതിയ അപ്പീലായിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. അതാണ് മെമ്മോറണ്ടം ഓഫ് ക്രോസ് ഒബ്ജക്ഷൻ. അത് എത്ര ദിവസം കൊണ്ട് സബ്മിറ്റ് ചെയ്യണം, വിത്തിൻ 30 days അല്ലേ? പിന്നെ ഒരു ഫീ ഒക്കെയാണ് അപ്പീലിന് പോകണമെങ്കിൽ എന്താണ്, ഓരോ 1 lakhനും 500 രൂപയാണ്. വിത്ത് ടോട്ടൽ ഇൻകം ഓഫ് ദി SC കമ്പ്യൂട്ടർ ബൈ എക്സീഡ്സ് 1 lakh ബട്ട് നോട്ട് മോർ ദൻ 2 lakh ആണെങ്കിൽ 1500 ആണ്. വിത്ത് ടോട്ടൽ ഇൻകം ഓഫ് ദി SC ആസ് കമ്പ്യൂട്ടർ ബൈ ദ അസിംഗ് ഓഫീസർ മോർ ദൻ 2 lakh ആണെങ്കിൽ 1% ഓഫ് അസറ്റ് ഇൻകം സബ്ജക്ട് ടു മാക്സിമം 10,000 ആണ്. എനി കേസ് നോ ഫീ. അപ്പോൾ ഫീ ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അപ്പീൽ IT-AT ഡിപ്പാർട്ട്മെൻറ്റ് പോകുകയാണെങ്കിൽ നോ ഫീ. പിന്നെ എന്താണ്, ഓർഡേഴ്സ് അപ്പീലബിൾ അല്ലേ, അതൊക്കെ നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കുക. ടൈം ലിമിറ്റ് എന്താണ്, അപ്പീൽ ബൈ ദി SC ആൻഡ് വിത്തിൻ 60 days ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓർഡർ ടു ദ SC. ഓക്കെ, അപ്പീൽ ബൈ ദ ഡിപ്പാർട്ട്മെൻറ്റ് വിത്തിൻ 60 days. അപ്പോൾ നമ്മൾ നേരത്തെ 30 days ആയിരുന്നു, ഇവിടെ 60 days കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അപ്പീലിന് പോകണം. പിന്നെ അതുപോലെ തന്നെ ഓക്കെ, അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ,
പിന്നെ അക്സെപ്റ്റിംഗ് അഡീഷണൽ എവിഡൻസ് അല്ലേ, അതായത് അഡീഷണൽ എവിഡൻസ്, അതായത് CIT അപ്പീലിൻ്റെ അടുത്ത് സബ്മിറ്റ് ചെയ്യാത്തൊരു കാര്യം എന്ത് ചെയ്യാൻ പാടില്ല, IT-AT അടുത്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മളുടെ GST-യിലുണ്ട്. അപ്പോൾ എന്തൊക്കെ നമ്മൾ പഠിച്ചു, മെയിനായിട്ട് പഠിക്കേണ്ട IT-AT എന്താ നമുക്കറിയാം, ട്രിബ്യൂണലാണ്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വേറൊരു കാര്യം ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ എഴുതുന്നു ക്രോസ് ഒബ്ജക്ഷൻ്റെ അപ്പുറത്തേക്ക് ഇതിലേക്ക് നമുക്ക് പോകാൻ പറ്റും. കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. അതായത് നമ്മൾ ഹൈക്കോടതിയിലേക്ക് പോകണമെങ്കിൽ അവിടെ എന്ത് വേണം, സബ്സ്റ്റാൻഷ്യൽ ക്വസ്റ്റ്യൻ ഓഫ് ലോ വേണം. അപ്പോൾ ഇതും കൂടെ മനസ്സിലാക്കണം, IT-AT-ൻ്റെ കേസിലാണ് IT-AT ആണ് ശരിക്കും ക്വസ്റ്റ്യൻ ഓഫ് ഫാക്റ്റിന് വേണ്ടി പോകാൻ പറ്റുന്ന അൾട്ടിമേറ്റ് അതോറിറ്റി. അത് നമ്മൾ GST-യിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ IT-AT-ൻ്റെ ഏകദേശം ഐഡിയ കിട്ടി. ഇത് എനിക്ക് ഐഡിയ കിട്ടിയാലും നിങ്ങൾ പഠിക്കണ്ടോ? ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചിരുന്നുള്ളൂ. അപ്പോൾ IT-AT-ക്ക് നമ്മൾ ഏതൊക്കെ ഓർഡറിന് അഗേൻസ്റ്റാണ് പോവുക, IT-AT-ക്ക് ഏതൊക്കെ ഓർഡറിന് അഗേൻസ്റ്റായിട്ട് പോകാമെന്ന് വെച്ചാൽ യു ക്യാൻ സി എവിടെയാണ് അപ്പീലബിൾ ഓർഡേഴ്സ് ഒരുപാടുണ്ടാവും. അപ്പോൾ അതിൽ CIT അപ്പീൽ ഓർഡർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാം എവിടെയായിരുന്നു CIT അപ്പീൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 263, 264 എവിടെയായിരുന്നു against order prescribed അപ്പീൽ ബൈ ദ SSC. അതിൽ ഫുൾ കൊടുത്തില്ല, പക്ഷേ നമുക്ക് 263, 264 എല്ലാം നമുക്ക് പോകാൻ പറ്റും. അതായത് നമുക്ക് അപ്പലറ്റ് അതോറിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടും പോകാം, അതുപോലെ തന്നെ റിവിഷൻ അതോറിറ്റിക്ക് എഗെയിൻസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് പോകാം. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ എഗെയിൻസ്റ്റ് ഓർഡർ ഓഫ് CIT അപ്പീൽ ഉണ്ടാവും. പിന്നെ നമ്മുടെ എഗെയിൻസ്റ്റ് ഓർഡർ ഓഫ് PCC എഗെയിൻസ്റ്റ് ഓർഡർ ഓഫ് ഫസ്റ്റിംഗ് ഓഫീസർ ഇതിലും കൊടുത്തില്ല അല്ലേ. അത് നമ്മൾ ശരിക്കും നമ്മളുടെ PCC-CC-ൻ്റെ കേസിലും അതുപോലെ തന്നെ ഇതിൽ കൊടുക്കണം ശരിക്കും. നമ്മൾ 263, 264. അപ്പോൾ നമുക്ക് 263 പ്രകാരമുള്ള ഓർഡറിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അപ്പീലിന് പോകാം. അപ്പോൾ 2 ഓർഡറിന് അഗെയിൻസ്റ്റ് ആയിട്ട് മെയിനായിട്ട് പോകാം. ഒന്ന് CIT അപ്പീലിനും അതുപോലെ നമ്മുടെ റിവിഷണൽ അതോറിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ അപ്പലറ്റ് ട്രിബ്യൂണലിൽ പോവുക. അതേപോലെയാണ് നമ്മൾ GST-യിലും പോവുക. ഒന്ന് അപ്പലറ്റ് അതോറിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ റിവിഷണൽ അതോറിറ്റി. ഒരു 2 ഓർഡറിന് അഗെയിൻസ്റ്റ് നമുക്ക് പോകാൻ പറ്റും. ഇനി പിന്നെ ഇതിൽ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവിടെ 2 ബെഞ്ചൊക്കെ ഉണ്ട് അല്ലേ, പ്രിൻസിപ്പൽ ബെഞ്ച്, സ്റ്റേറ്റ് ബെഞ്ചൊക്കെ ഉണ്ട്. ഇനി ഇത് കമ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത് സിംഗിൾ മെമ്പർ ബെഞ്ചാണ്. പിന്നെന്താ പറയുക, ഇത് എഴുതിയെടുക്കുക. ഇവിടെ നമ്മൾ കണ്ടു സിംഗിൾ മെമ്പർ ബെഞ്ചാണ് 50 ലാഖിൻ്റെ താഴെയാണെങ്കിൽ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്, 50 ലാഖിൻ്റെ താഴെയാണെങ്കിൽ അത് സിംഗിൾ മെമ്പർ ബെഞ്ചിൽ ഡിസൈഡ് ചെയ്യാം. ഓക്കെ, ഇനി അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 2 മെമ്പർ ബെഞ്ചാണ് ഉണ്ടാവുക. അവിടെ തന്നെ നിങ്ങൾക്ക് കാണാം. പിന്നെന്താണ് പറയുക, വട്ട് വി സേ അവിടെയൊന്നും അതായത് മെമ്പേഴ്സ് ഡിഫർ ആണെങ്കിൽ എന്ത് ചെയ്യും, വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യും, വേറൊരു മെമ്പർ കൂടെ ട്രാൻസ്ഫർ ചെയ്യും. അത് നമ്മൾ അവിടെ പഠിച്ച അതേ സംഭവം ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കത് കമ്പയർ ചെയ്യാം, ബെഞ്ചുമായിട്ട് കമ്പയർ ചെയ്യാം. പിന്നെ മെമ്മോറാണ്ടം ഓഫ് ക്രോസ് ഒബ്ജക്ഷൻ, നമ്മൾ അവിടെ എന്ത് പഠിച്ചോ അതേ സാധനം നമുക്ക് എന്തുണ്ട്, യു ക്യാൻ സീ ഹിയർ ഓൾസോ മെമ്മോറാണ്ടം ഓഫ് ക്രോസ് ഒബ്ജക്ഷൻ. ഇത് ഫയൽ ചെയ്യാൻ 45 ദിവസം സമയം GST-യിൽ. അവിടെ നമുക്ക് സമയത്തിനെന്ന് വെച്ചാൽ 30 days ആണ്. ഓക്കെ, പിന്നെ നമുക്ക് ഫീ ഉണ്ട്, ഫീ ഫോർ അപ്പീൽ ഉണ്ട്. ഇവിടെ 500, 1500 ഒക്കെ ഉള്ള പോലെ ഇവിടെ നമുക്ക് ഓരോ ലക്ഷത്തിനും 1000 ആ രീതിയിൽ നമുക്ക് എന്തുണ്ട്, ഫീ ഫോർ അപ്പീൽ ഉണ്ട്. ദാറ്റ് യു ക്യാൻ സീ ഫീ ഫോർ അപ്പീൽ ഇല്ലേ. അത് നമുക്ക് കമ്പയർ ചെയ്യാം, 2 കമ്പയർ ചെയ്ത് പഠിക്കാം. ഫീ ഫോർ അപ്പീൽ ഉണ്ട്, അവിടെ ഇവിടെയും ഫീ ഫോർ അപ്പീൽ ഉണ്ട്. പിന്നെ എന്താണ് കമ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ ഓർഡേഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ ടൈം ലിമിറ്റ് നമുക്ക് 60 days കൊണ്ടാണ് അപ്പീലിന് കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് 3 months, 6 months ഉണ്ട്. പക്ഷേ എക്സ്റ്റെൻഡ് ബൈ 3 months അല്ലേ. അപ്പോൾ നമുക്ക് അത്രയും സമയം കൂടുതലാണ് GST-യിൽ. ഓക്കെ, പിന്നെ അതൊക്കെയാണ്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ബേസിക്കലി ഇതുള്ളത്. പിന്നെ അക്സെപ്റ്റിംഗ് അഡീഷണൽ എവിഡൻസ്, മുമ്പത്തെ അതോറിറ്റിക്ക് നമ്മൾ കൊടുക്കാത്ത ഒരു എവിഡൻസ് ഇവിടെ കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ GST-യിലും പറയുന്നുണ്ട്. എന്തായിരുന്നു ഇവിടെ, യു ക്യാൻ സി ആയിരുന്നു പ്രൊഡക്ഷൻ ഓഫ് അഡീഷണൽ എവിഡൻസ്. അവിടെ പറഞ്ഞ അതേ കോൺസെപ്റ്റ് ഇവിടെയും പറയുന്നുണ്ട്, അങ്ങനെ കൊടുക്കാൻ പാടില്ല. എക്സെപ്ഷൻ ഉണ്ട്, ചില കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ അതിൽ മതിയായ കാരണം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സബ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് ആൾസോ യു ക്യാൻ കമ്പയർ അല്ലേ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ. അപ്പോൾ ഐ ഹോപ്പ് ഓൾ ഓഫ് യു ക്ലിയർ അല്ലേ. പിന്നെ അടുത്ത് ഹൈക്കോടതി, സുപ്രീം കോടതിയൊക്കെ നിങ്ങൾ വെറുതെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് നമ്മളുടെ അപ്പീൽ ചാപ്റ്ററിൽ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കമ്പയർ ചെയ്യാൻ പറ്റും അല്ലേ. എന്തോ കമ്പയർ ചെയ്യാൻ പറ്റും, അസിംഗ് ഓഫീസർ, പ്രോപ്പർ ഓഫീസർ, അതാരാണ് അല്ലേ, അത് നമുക്ക് കമ്പയർ ചെയ്യാം. അതിൻ്റെ ഡിപ്പെൻഡാണ് ആരായിരിക്കും അപ്പലറ്റ് അതോറിറ്റി, അല്ലെങ്കിൽ CIT അപ്പീൽ ഒരു ജോയിൻറ്റ് കമ്മീഷൻ അപ്പീൽ, അത് കമ്പയർ ചെയ്തു അല്ലേ. അപ്പോൾ നമ്മൾ 107-ഉം അതുപോലെ തന്നെ
എന്താ പറയുക നമ്മുടെ 240cc കമ്പയർ ചെയ്തു. പിന്നെ റിവിഷൻ അതോറിറ്റി 108ഉം അതുപോലെ 263 264 നമ്മൾ കമ്പയർ ചെയ്തു. പിന്നെ അതിൻ്റെ അടുത്ത ലെവലാണ് അപ്പലേറ്റ് ട്രിബ്യൂണൽ അല്ലെങ്കിൽ ITAT, അതായത് നമ്മൾ 112 ആൻഡ് ഏതാ കമ്പയർ ചെയ്തത് നമ്മളുടെ 253 നമ്മൾ കമ്പയർ ചെയ്തു അല്ലേ. അപ്പോൾ അവിടെ ഫീ ഫോർ അപ്പീലും അതുപോലെ തന്നെ മെമ്മോറണ്ടം ഓഫ് ക്രോസ് ഒബ്ജക്ഷനും അഡീഷണൽ എവിഡൻസും അതിൻ്റെ ഫോമും ഒക്കെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അതാ പറഞ്ഞത്, ഞാനത് ഫുള്ളായിട്ട് കമ്പയർ ചെയ്ത് തരികയല്ല, നിങ്ങൾക്കത് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ കേസിൽ കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും എന്നാണ് ഞാൻ കാണിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ലെവലിൽ പഠിക്കുകയാണെങ്കിൽ ബിലീവ് മീ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും, അതിൻ്റെ എഫേർട്ട് കുറയ്ക്കാൻ പറ്റും. യെസ്. ഇനി അതുപോലെ തന്നെ അടുത്ത് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റുക അപ്പോൾ അപ്പീലിൻ്റെ കേസ് കഴിഞ്ഞു. പിന്നെ അഡ്വാൻസ് റൂളിംഗ് ഇപ്പോൾ 245N ആണ് നമ്മളുടെ ഇൻകം ടാക്സിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് കോൺസെപ്ഷ്യലി മാത്രമേ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അഡ്വാൻസ് റൂളിംഗ് യു ക്യാൻ സീ ഹിയർ അല്ലേ. അപ്പോൾ പിന്നെ സെക്ഷൻ 95 അതിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അഡ്വാൻസ് റൂളിങ്ങിൻ്റെ കേസിൽ എന്താണ് സംഭവം എന്ന് വെച്ചാൽ നോയിങ് ദ ലോ ബിഫോർ. നമ്മളൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ കാര്യം ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് മുമ്പ് തന്നെ ചോദിക്കുകയാണ് ഇത് ടാക്സബിൾ ആണോ, ഇതിന് GST ഉണ്ടോ. അതേപോലെയാണ് ഇൻകം ടാക്സിലും. അപ്പോൾ ഇതിൽ ചെറിയ വ്യത്യാസം എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ GSTയിലെ ഇൻകം ടാക്സിലെ അഡ്വാൻസ് റൂളിങ്ങിലേക്ക് വരികയാണെങ്കിൽ യു ക്യാൻ സീ വൺ തിങ്. പെനാൽറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇഫ് യു കം ടു ലോൺ ഡെപ്പോസിറ്റെല്ലാം കഴിഞ്ഞിട്ട് ബിസിനസ് റീസ്ട്രക്ചറിങ് എല്ലാം കഴിഞ്ഞിട്ട് അഡ്വാൻസ് റൂളിംഗ് അല്ലേ. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇൻകം ടാക്സിലെ അഡ്വാൻസ് റൂളിംഗ് 245N ആണ്. അതെവിടെയാണ് നോക്കട്ടെ. എവിടെ കൊടുത്താൽ ഇൻ്റർനാഷണൽ ടാക്സേഷനൊക്കെ എത്തിയല്ലോ. നോൺ റെസിഡൻറ്റ് ടാക്സേഷൻ, അതൊരു മിസ്ലേനിയസ്, പെനാൽറ്റീസ്, ഇൻട്രസ്റ്റ്, അഡ്വാൻസ് റൂളിംഗ്. ഓക്കെ, അപ്പോൾ യു ക്യാൻ സി 245N ആണ് നമ്മുടെ അഡ്വാൻസ് റൂളിങ്ങിൽ വരുന്നത്. അപ്പോൾ അതിൽ പിന്നെ ഈ ഒരു ചെറിയൊരു വ്യത്യാസം വെച്ചാൽ ഇൻകം ടാക്സിലേക്ക് വരുന്ന സമയത്ത് നിൽക്കുകയാണ് ഒക്കെ ഒരു NRIൻ്റെ ഒരു കേസിലാണ് അവർ കൂടുതൽ പിന്നെന്താ പറയുക അത് അഡ്വാൻസ് റൂളിങ്ങിലെ കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. പിന്നെ റെസിഡൻ്റ് ആണെങ്കിൽ അവിടെ ഒരു പിന്നെന്താ പറയുക റെസിഡൻ്റ് കേസിൽ എല്ലാ കേസിലും പറ്റില്ല. റെസിഡൻ്റ് കേസിൽ 100 crore മുകളിലൊക്കെ ആണെങ്കിലാണ് ഇതാവുക, അല്ലെങ്കിൽ റെസിഡൻ്റ് ഒരു പബ്ലിക് സെക്ടർ കമ്പനിയൊക്കെയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇൻകം ടാക്സിൽ അഡ്വാൻസ് റൂളിംഗ് ഉദ്ദേശിച്ചുള്ളത് ഒരു NRIൻ്റെ ഒക്കെ ബേസിലാണ് അവർ ഉദ്ദേശിച്ചുള്ളത്. പക്ഷേ GSTയിൽ അങ്ങനെയൊന്നുമല്ല, അഡ്വാൻസ് റൂളിംഗ് ആര് കൊടുക്കാം, അങ്ങനൊരു അങ്ങനത്തെ ഇതൊന്നുമില്ല. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആ ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അത് നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കണം, വാട്ട് ആർ ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമുക്കിവിടെ ആരൊക്കെയാണ് അപ്ലിക്കൻ്റ് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കണം നമ്മുടെ ഇൻകം ടാക്സിൽ. അപ്പോൾ GSTയിൽ അഡ്വാൻസ് റൂളിംഗ് പഠിക്കുമ്പോൾ മേജറായിട്ട് പഠിക്കേണ്ടത് വാട്ട് ആർ ദ ക്വസ്റ്റ്യൻസ്, ആൻഡ് ഇൻകം ടാക്സിൽ പഠിക്കുമ്പോൾ ആരൊക്കെയാണ് അപ്ലിക്കൻ്റായിട്ട് വരാൻ പറ്റുക എന്നുള്ളതാണ് അതിൽ മെയിനായിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു കമ്പാരിസൺ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ കോൺസെപ്ച്വലി ആൾസോ യു ക്യാൻ കമ്പയർ. എന്താ അഡ്വാൻസ് റൂളിംഗ്, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റും ടാക്സ് പെയറും കൂടെ കൂടിയിട്ടൊരു എഗ്രിമെൻറ്റ് ചെയ്യണം. ഞാനൊരു ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ എൻ്റെ ടാക്സ് ലയബിലിറ്റി അതിൻ്റെ പ്രൊവിഷൻസ് ഒക്കെ മുൻകൂട്ടി നമ്മൾ എഗ്രി അടപ്പോൺ ചെയ്യണം. അതാണ് അഡ്വാൻസ് റൂളിംഗ്. അതിൻ്റെ കോൺസെപ്റ്റ് അവിടെ ഇവിടെ സെയിം ആണ്. അതേപോലെ കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് അവിടെ GSTയിൽ വാട്ട് ആർ ദ ക്വസ്റ്റ്യൻസ് ഓൺ വിച്ച് അഡ്വാൻസ് റൂളിംഗ് ക്യാൻ ബി സോൾവ്. മറ്റൊന്ന് ഇവിടെ എന്താണെന്ന് വെച്ചാൽ അപ്ലിക്കൻസ് ആരൊക്കെയാണ്, അതാണ് നിങ്ങൾ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. അത്രേ ഉള്ളൂ. ഇനി അതുപോലെ തന്നെ പിന്നെ എന്താണ് നമ്മൾ സേഫ് ഹാർബർ റൂൾ വേഴ്സസ് റൂൾ 28. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തൊരു കണക്ഷനാണ്. നമ്മൾ ഈ രണ്ട് സബ്ജക്റ്റും കണ്ടിന്യൂസ്ലി ഡീൽ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ അങ്ങനത്തെ ഒരു കമ്പാരിസൺ കണ്ടെത്താൻ പറ്റുള്ളതുകൊണ്ട് നിങ്ങൾ കാണാൻ ചാൻസ് ഇല്ല. എന്നാലും ഞാൻ ജസ്റ്റ് പറയാം. അതായത് നമ്മൾ സേഫ് ഹാർബർ റൂൾ ഉണ്ടല്ലോ, സേഫ് ഹാർബർ റൂൾ ഞാൻ വേറെ സെപ്പറേറ്റ് എടുക്കാം. ഓക്കെ, അപ്പോൾ സേഫ് ഹാർബർ റൂളിൻ്റെ കേസിൽ ഇഫ് യു ടേക്ക് എന്താണ് പറയുക അല്ലേ, എന്താ സേഫ് ഹാർബർ റൂൾ എന്ന് നമുക്കറിയാം. അതായത് അവർ പറയുന്ന കുറച്ച് പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ALP കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ദേ വിൽ ആക്സെപ്റ്റ് ദാറ്റ്. ഓക്കെ, അപ്പോൾ കോർപ്പറേറ്റ് ഗ്യാരണ്ടി കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഹെഡ് ഓഫീസ് സബ്സിഡിയറി കമ്പനിക്കൊക്കെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുകയാണെങ്കിൽ ഗ്യാരണ്ടി കമ്മീഷനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മിനിമം 1% എങ്കിലും എന്ത് ചെയ്യണം അതിൻ്റെ അതാണ് അതിൻ്റെ വാല്യൂ. ഗ്യാരണ്ടി എമൗണ്ടിൻ്റെ 1% ആണ് വാല്യൂ. സാർ ഇതെങ്ങനെ നമുക്ക് GSTയുമായിട്ട് കമ്പയർ ചെയ്യാം, GSTയിൽ ഇങ്ങനെ സാധനം ഉണ്ടോ എന്ന് നമ്മൾ ഡൗട്ട് ഉണ്ടാവും അല്ലേ. GSTയിൽ ഇങ്ങനെ സാധനം ഉണ്ട്. സോ ഇഫ് യു കം ടു റൂൾ 28 നിങ്ങൾ വരികയാണെങ്കിൽ
വാല്യൂ ഓഫ് സപ്ലൈ ചാപ്റ്ററിൽ നമ്മൾ വാല്യുവേഷൻ റൂൾസ് പഠിച്ചിട്ടില്ലേ? ഇപ്പോൾ വാല്യുവേഷൻ റൂൾസിൽ ഇഫ് യു ടേക്ക് റൂൾ 28, ഇപ്പോൾ റൂൾ 28ൻ്റെ കേസിൽ അവിടെ നിങ്ങൾക്ക് കാണാൻ താഴെ ക്ലാരിഫിക്കേഷനാണ് കോർപ്പറേറ്റ് ഗ്യാരണ്ടി. കോർപ്പറേറ്റ് ഗ്യാരണ്ടി പറയുമ്പോൾ ഇവിടുത്തെ അതേ കോൺസെപ്റ്റ്, ഇവിടെ നമ്മൾ പഠിച്ച അതേ കോൺസെപ്റ്റ് എന്താണ്, ഒരു അസോസിയേറ്റ് എൻറ്റിറ്റിക്ക് നമ്മൾ എന്ത് ചെയ്യുക, ലോണിന് ഗ്യാരണ്ടി നിൽക്കുക. അപ്പോൾ അത് നമ്മൾ കമ്മീഷൻ വാങ്ങണം. ആ കമ്മീഷൻ വാങ്ങുമ്പോൾ സേഫ് ഹാർബർ റൂൾ പറയുന്നുണ്ട് 1% എങ്കിലും കമ്മീഷൻ വാങ്ങണം. അതേപോലെ നമ്മളുടെ GST വന്നത് 1% ഓഫ് ഗ്യാരണ്ടി എമൗണ്ട്. അപ്പോൾ അത് രണ്ടും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ഇങ്ങനെ ഇനി കമ്പാരിസൺ ഉണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ കമ്പാരിസൺസ് ഉണ്ട്. പക്ഷെ നമുക്ക് എന്താ പറയുക, അത് ഇങ്ങനെ ഓരോ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഓർമ്മ വരുന്ന സംഭവങ്ങളാണ്. ഇപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്ന ഐറ്റംസാണ് ഇപ്പോൾ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്, കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ബിലീവ് മീ, നിങ്ങൾ അടുത്ത ടാക്സിൻ്റെ എന്താ പറയുക ഒരു പ്രിപ്പറേഷൻ വേറെ ലെവലാവും. അത് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും. കാരണം വെച്ചാൽ നിങ്ങളിങ്ങനെ അവിടെ ആദ്യം നമ്മൾ ഇൻകം ടാക്സിലൊരു കാര്യം പഠിക്കുന്നു, ഇപ്പോൾ എക്സാമ്പിൾ അപ്പീൽ പഠിക്കുന്നു, അതേ എഫേർട്ട് എടുത്തിട്ട് വീണ്ടും ഫ്രം ദ സീറോ നമ്മൾ GST പഠിക്കുന്നു. പക്ഷേ രണ്ടും ഒരുമിച്ച് പഠിക്കുകയാണെങ്കിൽ എന്താണ്, ആ ബേസിൻ്റെ എഫേർട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട, മറ്റു സ്ഥലത്തുണ്ട്. അത്രയും നമുക്ക് ആ എഫേർട്ട് നമുക്ക് എന്ത് ചെയ്യാൻ, സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് അത്രയും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ എന്നെ അറിയിക്കുക. സോ താങ്ക് യു വെരി മച്ച്. ഓക്കെ.